തീരുമാനിക്കേണ്ടത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല, അത് അവിടെ തീരുമാനിക്കും. സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായം എന്താ കാര്യത്തിൽ? അല്ല, ഞങ്ങൾക്ക് അഭിപ്രായം ഞങ്ങളോട് ചോദിച്ചാൽ പറയും, പാർട്ടി ചോദിച്ചാൽ പറയും, പാത്രക്കാരോട് പറയേണ്ടതല്ല. അത് എന്ന് പറഞ്ഞാൽ കിണറ്റിലെ തവളയാണ്, ഒരു കേരളം മാത്രമേ ഉള്ളൂ. അവർക്ക് മാത്രമല്ല, അതൊരു ഭൗതിക വിശ്വാസികളുടെ പാർട്ടിയാണ്, ദൈവവിശ്വാസികളുടെ പാർട്ടിയല്ല. അതുപോലെ കോൺഗ്രസിന് എടുക്കാൻ പറ്റും. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട്, വിശ്വാസികളായിട്ടുള്ള എന്നെ പോലുള്ളവരുണ്ട്, അവിശ്വാസികളുണ്ട്, എല്ലാവരും ഉണ്ട്. കെണിയൊന്നും നടക്കാൻ പോണില്ലെന്ന് ഞങ്ങൾ അങ്ങനെ പെടുത്താൻ അങ്ങനെ BJPക്ക് പറ്റുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുകൾ എല്ലാ കാര്യത്തിലും ഉണ്ട്. അതൊക്കെ ഡിസ്ട്രാക്ഷൻ തന്ത്രങ്ങളല്ലേ. ഇതപ്പോ അത് ഒരു ക്ഷേത്ര നിർമ്മാണമല്ലേ. ഇതിനൊക്കെ മൊത്തം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമമല്ലേ. നമസ്കാരം. അയോധ്യയിൽ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് കോൺഗ്രസിന് ഇനിയും കൃത്യമായ മറുപടിയില്ല. ക്ഷണം BJPയുടെ കെണിയാണെന്ന് തിരിച്ചറിയുന്നു KC വേണുഗോപാൽ. എന്നാൽ നിലപാടെന്താണെന്ന് പറയാൻ KC വേണുഗോപാലിനുമാവുന്നില്ല. കേന്ദ്ര നേതൃത്വം മൗനം പാലിക്കുന്നു. നാഗ്പൂരിൽ കോൺഗ്രസ് സ്ഥാപക ദിനത്തിൽ നടന്ന റാലിയിൽ അയോധ്യ വിഷയം ബോധപൂർവം അവഗണിക്കുകയാണ് രാഹുൽ ഗാന്ധി. BJPയുടെ കെണിയിൽ കോൺഗ്രസ് വീഴുമോ? സ്വാഗതം. സ്പെഷ്യലിസ്റ്റിലേക്ക് നമ്മളോടൊപ്പം അതിഥികളായി CPM വക്താവ് KT കുഞ്ഞിക്കണ്ണൻ, BJP വക്താവ് പ്രിന്റു മഹാദേവ്, കോൺഗ്രസ് യാത്രികൻ റിയാസ് ഖാൻ എന്നിവർ. ആദ്യം റിയാസിലേക്ക്. റിയാസ്, കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൽ വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ ഉണ്ട്, പലതരം അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു അഭിപ്രായം സംസ്ഥാന തലത്തിൽ പറയാൻ പറ്റില്ല എന്ന് മുരളീധരനും കെ സുധാകരനും സതീശനും KC വേണുഗോപാലും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരു വ്യക്തത വരണ്ടേ? കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഈ അയോധ്യ എന്ന് പറയുന്ന ഫിനോമിനൻ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസം, ആ പ്രതിഭാസത്തിൽ ചെറിയ പങ്കൊന്നുമല്ല ഉള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച്. കോൺഗ്രസ് അതിലൊരു കക്ഷി കൂടിയാണ്. എന്നിരിക്കെ ഈ ഘട്ടത്തിൽ, നിർണായകമായ രാഷ്ട്രീയ ഘട്ടത്തിൽ അഭിപ്രായം പറയേണ്ടതല്ലേ കോൺഗ്രസ്? എന്നോടാണോ ക്വസ്റ്റ്യൻ? അതെ. അതെ റിയാസ്, പറയൂ. ഹലോ, പറഞ്ഞോളൂ. എന്നോടാണല്ലോ ക്വസ്റ്റ്യൻ? അതെ അതെ റിയാസ്, പറയൂ. യെസ്, ഇത് അയോധ്യ വിഷയം എന്ന് പറയുന്നത് വളരെ വൈകാരികമായ ഒരു വിഷയമാണല്ലോ. ആ വിഷയത്തിൽ വളരെ പെട്ടെന്ന് ഈ നാട് ആഗ്രഹിക്കുന്ന നിലയിൽ പെട്ടെന്ന് തന്നെ ഒരു പ്രതികരണം ഉണ്ടാവുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാ അല്ലേ. കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് ആകെ അടിവേരുള്ള ഒരു പ്രസ്ഥാനം എന്ന തരത്തിൽ, രാജ്യത്ത് ദീർഘകാലം രാജ്യം ഭരിച്ച ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ, നീണ്ടകാലത്തെ ചരിത്രമുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ, അതിന് എല്ലാ സമൂഹത്തെയും സമുദായത്തെയും വിവിധ സംസ്കാരങ്ങളെയും എല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന ഒരു വലിയ ഒരു സംവിധാനമാണല്ലോ. ഒരു പാർട്ടി എന്നതിനപ്പുറം ഇന്ത്യ രാജ്യത്തിന്റെ ആത്മാവാണല്ലോ കോൺഗ്രസ്. ആ കോൺഗ്രസ് ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ, വിശേഷിച്ചും ഇതുപോലെയുള്ള വൈകാരികമായ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ ഒരുപാട് തലങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഭിപ്രായ രൂപീകരണത്തിന് കുറേയധികം ഇത്തിരി വൈകിയാൽ പോലും ആ നിലയിലുള്ള ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതെല്ലാം കോൺഗ്രസിന്റെ സ്വതന്ത്രമായ അഭിപ്രായ നിലവാരത്തിൽ, UDFന്റെ അഭിപ്രായ നിലവാരത്തിലേക്ക് വരും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അല്ല, ഇതൊരു വൈകാരിക പ്രശ്നമാണ് എന്ന് ഇപ്പോഴും നിങ്ങൾ കരുതുന്നുണ്ട്? കോടതി സെറ്റിൽ ചെയ്ത വിഷയമാണ്. അവിടെ ഒരു മസ്ജിദ് മറ്റൊരു സ്ഥലത്തും ഇവിടെ ഒരു ക്ഷേത്രവും പണിയുന്നു. അതിൽ പങ്കെടുക്കുമോ ഇല്ലെന്ന ചോദ്യം, പങ്കെടുക്കില്ല അല്ലെങ്കിൽ പങ്കെടുക്കുമെന്ന് പറയുന്നത് എങ്ങനെയാണ് വൈകാരികമാവുന്നത്? അങ്ങനെ ഒരു ചോദ്യത്തിന് ഒറ്റ മാർക്കിൽ ഉത്തരം എന്ന രൂപത്തിൽ ഉത്തരം പറയേണ്ടുന്ന ഒരു വിഷയമല്ലെന്ന് വളരെ എക്സ്പീരിയൻസ് ഉള്ള മാധ്യമ പ്രവർത്തനത്തിൽ നിങ്ങൾക്കും അറിയാവുന്ന കേസ് തന്നെയാ. ഇത് സ്വാഭാവികമായും കോൺഗ്രസിനെ ട്രാപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ വളരെ രാഷ്ട്രീയ ബുദ്ധിയോടുകൂടി, രാഷ്ട്രീയ ബുദ്ധി എന്ന് പറഞ്ഞുകൂടാ, ഒരു കുബുദ്ധിയോടുകൂടി തന്നെ BJP ഒരുക്കിയിരിക്കുന്ന ഒരു ട്രാപ്പാണിത്. ഈ ട്രാപ്പിൽ കോൺഗ്രസ് അവധാനതയോടുകൂടി വേണം കാര്യങ്ങളെ പ്രതികരിക്കാൻ. ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കോടതി സെറ്റിൽ ചെയ്ത കേസാണ്. ആ കേസിൽ എന്തിനാണ് ഇത്രയും വലിയ വിവാദങ്ങളും ഇത്രയും വലിയ ചർച്ചകളും നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നത്? എന്തിനാണ്? ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം അവസാനമായി വിധി കൽപ്പിച്ചു. എല്ലാവരും വിയോജിപ്പോടുകൂടി തന്നെ അംഗീകരിച്ചു. വിയോജിപ്പുകളുണ്ട് രാജ്യത്ത്. ലോക മുസ്ലിങ്ങളുടെ, വിശേഷിച്ചും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഒരു വൈകാരിക വിഷയമാണ് ഒരു മസ്ജിദ് പൊളിച്ചത്. 92 ഡിസംബർ മാസം 6-ാം തീയതി പൊളിഞ്ഞു വീണ മസ്ജിദ് എന്ന് പറയുന്നത് മസ്ജിദ് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ, ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ പ്രതീകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഇന്ത്യയിലെ മതേതര വിശ്വാസികൾക്ക് മൊത്തത്തിലും കേരളത്തിലെ ലോകത്തെ മുസ്ലിങ്ങൾക്ക് വളരെ വൈകാരികമായും ഒരുപാട് വിഷമവും ദുഃഖവും ഉള്ളതാ. ആ ദുഃഖം ഒരിക്കലും അവസാനിക്കുന്നതല്ല.
അങ്ങനെയുള്ളൊരു വിഷയത്തിൽ അവസാനമായി ഏതാണ്ട് 17 വർഷക്കാലം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ സുപ്രീം കോടതി അന്തിമമായ വിധി കൽപ്പിച്ചു. ആ വിധി എന്ന് പറയുന്ന ഒരുപാട് ചർച്ചകൾക്ക് ശേഷം, എനിക്കും നിങ്ങൾക്കും അറിയാം, ഈ ലോകത്തിനറിയാം, ലോകമെല്ലാം ഇത് കണ്ടതാണ്, എത്രയോ ചർച്ചകൾ, എത്രയോ ഡിബേറ്റുകൾ, എത്രയോ സംവാദങ്ങളെല്ലാം നടന്നതിനു ശേഷം അന്തിമമായ വിധി വന്നു. അത് വിയോജിപ്പുകളോടെ എല്ലാവരും അംഗീകരിച്ചു. വിയോജിപ്പുകളുണ്ട്. ലോകത്തിലെ മുസ്ലിങ്ങൾക്ക്, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക്, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക്, ഇന്ത്യയിലെ മതേതര വിശ്വാസികൾക്ക്, ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇങ്ങനെ ആയിരുന്നില്ല, ആയിരിക്കരുതായിരുന്നു വിധി എന്ന് ആഗ്രഹിച്ചവരാണ് ബഹുഭൂരിപക്ഷവും. എന്നാൽ വിയോജിപ്പുകളോട് തന്നെ ആ വിധിയെ അംഗീകരിച്ചു. സുപ്രീം കോടതി വിധി അംഗീകരിച്ചു. എങ്ങനെ അംഗീകരിച്ചു? അവിടെ തർക്കസ്ഥലത്ത് അവിടെ ക്ഷേത്രം പണിയാൻ പെർമിഷൻ കൊടുക്കുന്നു, പകരം മസ്ജിദ് പണിയാൻ മറ്റൊരു സ്ഥലവും അനുവദിച്ചുകൊണ്ട് ഇത് രണ്ടു കൂട്ടിയും അംഗീകരിച്ചതാണ്. ഈ അംഗീകരിച്ച വ്യവസ്ഥിതിയിൽ അവിടെ ക്ഷേത്രം പണിയുന്നു, അപ്പുറത്ത് പള്ളിയും പണിയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇത്രയും വലിയ വിവാദമാക്കേണ്ട കാര്യം എന്താ? ഇത് ആരുടെ ആവശ്യമാണ്? രാജ്യത്ത് ഈ നിലയിൽ ബാബറി മസ്ജിദ് ഒരു വലിയ ചർച്ചയാക്കി വിവാദമാക്കി നാട്ടിൽ നിലനിർത്തേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്ക് നിൽക്കുന്ന ഘട്ടത്തിൽ BJPയുടെയും സംഘപരിവാറിന്റെയും അജണ്ടയാണ്, ആവശ്യമാണ്. അത് കേരളത്തിൽ കത്തിച്ചു നിൽക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? അത് CPMന്റെ ആവശ്യമാണ്. കേരളത്തിലെ സംബന്ധിച്ചുള്ള മുസ്ലിം വിഭാഗത്തിന്റെ വൈകാരികമായി ഉണർത്തുക എന്നുള്ളത് എല്ലാ കാലവും CPM പ്രയോഗിച്ചിട്ടുള്ള തന്ത്രങ്ങളാണ്. നമ്മൾ എല്ലാ കാലവും കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പാണ് കേരളത്തിൽ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടാക്കിയത്. പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടാക്കുമ്പോൾ ഒരു സ്റ്റേറ്റിന് മാത്രമായി മാറി നിൽക്കാൻ കഴിയില്ല എന്നറിയാമായിരുന്നിട്ടും കേരളത്തിൽ ഇതൊന്നും നടപ്പിലാകത്തില്ല, കേരളത്തിൽ പൗരത്വ നിയമം നടപ്പിലാകത്തില്ല, അതിന്റെ ഗ്യാരണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന തരത്തിൽ താൻ ഏറ്റെടുക്കുന്നു എന്ന് വളരെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു. ഒരു സ്റ്റേറ്റിന് മാത്രമായി അങ്ങനെ മാറി നിൽക്കാൻ കഴിയുമായിരുന്നോ പൗരത്വ വിഷയത്തിൽ? ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ പാസാക്കിയ ഒരു നിയമത്തിൽ നിന്നുകൊണ്ട്, പൗരത്വ നിയമത്തിൽ നിന്ന് മാറി നിൽക്കാൻ കേരളത്തിന് മാത്രമായി കഴിയുമായിരുന്നോ? കഴിയുമായിരുന്നില്ല. എന്നിട്ടും കേരളത്തിലെ ജനങ്ങളോട് എന്താ പറഞ്ഞത്? പൗരത്വ നിയമം കേരളത്തിൽ നടപ്പിലാകില്ല. അതെന്താ? അതിൽ കുടുങ്ങിപ്പോയില്ലേ കേരളത്തിലെ മുസ്ലിം സമുദായ സംഘടനകൾ? അപ്പോൾ കേരളത്തിലെ എനിക്ക് വ്യക്തിപരമായി ഒരു UDF സഹയാത്രികൻ എന്ന തരത്തിലും ഒരു വ്യക്തി എന്ന തരത്തിലും കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയോടും രാജ്യത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയോടും പറയാനുള്ളത്, ഇതൊരു വൈകാരിക വിഷയമായി മുസ്ലിം കമ്മ്യൂണിറ്റിയും കാണരുത്, രാഷ്ട്രീയ പാർട്ടികളും കാണരുത്. ഇത് നിയമപരമായി തീർപ്പ് കൽപ്പിച്ച ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ അവിടെ ക്ഷേത്രം പണിയുന്നു, അപ്പുറത്ത് പള്ളിയും പണിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ വഴിക്ക് പോകട്ടെ. ഇത് വീണ്ടും പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ചർച്ചയാക്കി നിർത്തി, ഇതിന് വിവാദമാക്കി നിർത്തി രാജ്യത്തെ ഈ വിഷയത്തിൽ ഇതിൽ ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം, പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമോ ഇല്ലയോ? കോൺഗ്രസിൽ വിശ്വാസികളായ ആളുകളുണ്ട്, ക്ഷേത്രത്തിൽ പോകുന്ന ആളുകളുണ്ട്. അതിൽ പോകുക എന്നുള്ളതല്ല പ്രശ്നം. അത് തർക്കം തീർന്നു എന്ന് താങ്കൾ തന്നെ പറയുന്നു. നിയമപരമായി സെറ്റിൽ ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്, അങ്ങനെ പെടുന്ന അമ്പലമാണ്. പക്ഷേ CPMന്റെ അവിടുത്തെ നിലപാട്, സീതാറാം യെച്ചൂരി പറയുന്നത് എന്താണ്? മതം എന്ന് പറയുന്നത് തികച്ചും സ്വകാര്യമായി മനുഷ്യർ സ്വകാര്യ ജീവിതത്തിൽ ആചരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിലൂടെ ചെയ്യുന്നത്, ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. അവരുടെ സ്റ്റാൻഡിന് ക്ലാരിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ആ ക്ലാരിറ്റി ഇല്ല. അല്ല, ഈ CPMന് അങ്ങനെ പറയാമല്ലോ. CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാജ്യത്തെ മൊത്തം പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. നമ്മൾ കേരളത്തിൽ വലിയ ചർച്ചകളൊക്കെ CPMനെ കുറിച്ച് മാധ്യമങ്ങളടക്കം വലിയ പ്രാധാന്യം കൊടുക്കുമ്പോഴും കേരളത്തിന്റെ 4 അതിരുകൾക്ക് അപ്പുറത്ത് ഒരു വലിയ സ്വാധീനമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണ്. 543 പാർലമെന്റ് സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിൽ 60-70 സീറ്റിൽ മാത്രം മത്സരിക്കുകയും 2-3 സീറ്റിൽ മാത്രം ജയിക്കുകയും ചെയ്യുന്ന ഒരു പ്രാദേശിക പാർട്ടി മാത്രമാണ് ഇന്ന് CPM. നമുക്കറിയാമത്. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വടിവാതിക്ക് നിൽക്കുമ്പോൾ ആകെ CPMന് പ്രതീക്ഷിച്ചത് കേരളം എന്ന ഒരു കൊച്ചു തുരുത്ത. ആ തുരുത്തിലെ രാഷ്ട്രീയ വോട്ടിനെ, വിശേഷിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ, അതിൽ തന്നെ മുസ്ലിം വോട്ടിനെ എങ്ങനെ സ്വാധീനിക്കാം എന്നുള്ളത് മാത്രമാണ് CPMന്റെ എല്ലാ കാലത്തെയും അജണ്ട. അത് ഇപ്പോൾ അത് കൂടുതൽ പ്രാധാന്യത്തോട് അവർ രാഷ്ട്രീയവൽക്കരിക്കുവാൻ അല്ലെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. ആ ഒരു സന്ദർഭത്തിൽ അവർ ഇവിടെയും പറയുന്നു ഞങ്ങൾ പോകില്ല എന്ന് പറയുമ്പോഴും അത് RSS പൊളിച്ചതായതുകൊണ്ടോ സംഘപരിവാരൻ ക്ഷേത്രം പള്ളി പൊളിച്ചതുകൊണ്ടോ ഞങ്ങൾ അവിടെ പോകില്ലെന്നല്ല പറയുന്നത്. അതൊരു സർക്കാർ സ്പോൺസേഡ് പരിപാടിയായി BJP മാറ്റിയത് കൊണ്ട് ഞങ്ങൾ പോകില്ല എന്ന് മാത്രമാണ് CPM പറയുന്നത്. അപ്പൊ CPMനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രാദേശിക ഒരു കേരളം എന്ന ഒരു കൊച്ചു തുരുത്തിൽ മാത്രമുള്ള പാർട്ടിക്ക് അങ്ങനെ പറയാം. അതിന് ഒരു വലിയ സ്വാധീനമല്ല. രാജ്യത്ത് CPM ഒരു നിർണായക ശക്തിയല്ല. ഒരു കാലത്ത് നരേന്ദ്രമോദി ജയിച്ച പാർലമെന്റ് സീറ്റിൽ പോലും ജയിച്ച പാർട്ടിയാണ് CPM. ആ CPM ഇന്ന് വല്ലാത്ത നിലയിൽ ശോഷിച്ചു നിൽക്കുമ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിലെ രാഷ്ട്രീയ പ്രാധാന്യം മാത്രം നോക്കിയാൽ മതി, രാഷ്ട്രീയ സ്വാധീനം മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ അവർക്ക് പറയാം, വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഈ സമയത്ത് വെളിപ്പാടകലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ CPMന് കണ്ണുപൂട്ടി പറയാം ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന്. കാരണം കേരളത്തിലെ മുസ്ലിം വോട്ടുകളിൽ മാത്രമാണ് അവരുടെ കണ്ണ്. അതുകൊണ്ട് അങ്ങനെ പറയാം. പക്ഷേ ഒരു ബഹുസ്വര രാജ്യത്തും എല്ലാ ഇദ്ദേഹം പറയുന്നത് പോലെ നിങ്ങൾ ഈ മുസ്ലിം വോട്ടിന് വേണ്ടി എടുത്ത നിലപാടാണോ ഇത്? തീർച്ചയായിട്ടും CPM എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു സഹയാത്രികൻ എന്ന പേരിൽ
റിയാസ് ഖാൻ എന്താണ് ഉരുളുകയാണ്, ഉരുണ്ട് കളിക്കുകയാണ്. പ്രശ്നം എന്താണ്? ഇന്ത്യ രാജ്യം ഒരു മതനിരപേക്ഷ രാജ്യമാണ്. ആ രാജ്യത്തെ മതരാഷ്ട്രമാക്കാനുള്ള സംഘപരിവാറിൻ്റെ പ്രഖ്യാപിതമായ അജണ്ട ഏറ്റെടുത്താണ് മോഡി സർക്കാർ പ്രഖ്യാപിക്കുന്നത്. അതിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ് അയോധ്യയിലെ രാമക്ഷേത്രം. ആ രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടുകൊണ്ട് മോഡി പറഞ്ഞത് ഇത് ദേശീയ ദൗത്യമാണെന്നാണ്. അതെങ്ങനെയാണ് ദേശീയ ദൗത്യമാകുന്നത്? റിയാസ് ഖാൻ്റെ വാദമനുസരിച്ച് RSSൻ്റെ യുക്തിയിലാണല്ലോ താങ്കൾ സംസാരിക്കുന്നത്. അതെങ്ങനെയാണ് ദേശീയ ദൗത്യമാകുന്നത്? അതിൻ്റെ ശ്രീകോവിലിന് തറക്കല്ലിട്ടത് സന്യാസി കൂടിയായിട്ടുള്ള മിസ്റ്റർ യോഗി ആദിത്യനാഥാണ്. യോഗി ആദിത്യനാഥ് എന്താ പ്രഖ്യാപിച്ചതെന്നറിയോ? തറക്കല്ലിട്ടതിന് ശേഷം ഇത് രാമക്ഷേത്രമല്ല, ഇത് രാഷ്ട്രക്ഷേത്രമാണ്. കാര്യം മനസ്സിലാക്കാനുള്ള വിവരമുണ്ടാക്കണം, ചരിത്രബോധമുണ്ടാക്കണം, RSSൻ്റെ ലക്ഷ്യത്തെയും അജണ്ടയും സംബന്ധിച്ച് ബോധമുണ്ടാക്കണം. ആ അജണ്ടയിൽ കിടന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലക്ക് കോൺഗ്രസിന് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി ഈ BJPക്കെതിരെ പോരാടുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ നിരായുധമാക്കുകയാണ്, ദുർബലമാക്കുകയാണ് ഇത്തരം ഹിന്ദുത്വാനുകൂല നിലപാടുകളിലൂടെ എന്ന് സാമാന്യ ജനങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ എന്താണ്, കോൺഗ്രസ്സുകാരെപ്പോഴും വോട്ടിൽ മാത്രം കണ്ണു നട്ടിരിക്കുന്നവരാ. വോട്ടിനപ്പുറത്തും ഈ രാജ്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പിനപ്പുറത്തും ഈ രാജ്യം ഉണ്ട്. പാർലമെൻ്ററി ജനാധിപത്യം നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ടതാകുമ്പോൾ തന്നെ ഈ പാർലമെൻ്ററി ജനാധിപത്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ഉള്ളടക്കത്തോടു കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചില ആശയങ്ങൾ, ചില പ്രത്യയശാസ്ത്ര നിലപാടുകൾ വളരെ പ്രധാനമാണ്. അതാണ് യെച്ചൂരി സഖാവ് സൂചിപ്പിച്ച കാര്യം. അത് റിയാസ് ഖാൻ മനസ്സിലാക്കില്ല. യെച്ചൂരി സഖാവ് ഒരു ചെറിയ പാർട്ടിയുടെ നേതാവാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന ഈ കുറിയുക്തി ഉണ്ടല്ലോ, ആ കുറിയുക്തി കോൺഗ്രസിൻ്റെ അധപ്പതനത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു മതേതരത്വ രാജ്യമാണെങ്കിൽ ഒരു സെക്കുലർ സ്റ്റേറ്റിൽ ഒരു ഗവൺമെൻറ് ഒരു പ്രത്യേക മതത്തിൻ്റെ ആരാധനാലയം ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുക്കാൻ പാടില്ല. കോടതി അനുശാസിച്ച പ്രകാരം ട്രസ്റ്റ് രൂപീകരിച്ചത് നടക്കട്ടെ. ദേശീയ പാർട്ടികൾക്കെല്ലാം കത്തയക്കാൻ ഈ രാമക്ഷേത്ര ട്രസ്റ്റിന് ആരാണ് അധികാരം കൊടുത്തത്? ഇതൊരു ദേശീയ രാഷ്ട്രീയ പരിപാടിയാക്കാനുള്ള BJPയുടെ നീക്കത്തെ അതിശക്തമായി എതിർത്ത് രംഗത്ത് വരണം. ഇന്ന് നാഗപ്പൂരിൽ നടന്ന റാലിയിൽ മല്ലികാർജ്ജുന ഖാർഗെ ചെയ്യേണ്ടതായിരുന്നു. ഇതിനെ ഒരു ഗവൺമെൻറ് പരിപാടിയാക്കരുത്. ഇതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഈ രാമവിശ്വാസത്തെ ഇന്നത്തെ രീതിയിൽ ആളിക്കത്തിച്ചത്, രാമൻ എന്ന് പറയുന്ന ഒരു ഐക്യനെ വെച്ചുകൊണ്ട് ഒരു സർവേന്ത്യാ തരത്തിലുള്ള ഒരു ഹൈന്ദവ രാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്, അതിനാവശ്യമായിട്ടുള്ള പ്രത്യയശാസ്ത്ര പരിസരം ഒരുക്കി കൊടുത്തത് ആരാണ്? റിയാസ് ഖാനെ, നിങ്ങൾ UDFൻ്റെ സഹയാത്രികനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ താങ്കൾ ഉത്തരം പറയണം. 1984 രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് രാമരാജ്യം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ, അത് കഴിഞ്ഞ് പിറ്റേത്തെ വർഷം അമേരിക്കയിൽ കഴിയുന്ന രാമാനന്ദ സാഗരനെ കൊണ്ട് രാമായണം പരമ്പര സീരിയൽ എഴുതിച്ചു. എന്നിട്ട് അത് ഷൂട്ട് ചെയ്ത് ഇവിടെ കളിപ്പിച്ചു. ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിൽ ടെലിവിഷൻ വന്നത് 21-ാം നൂറ്റാണ്ടിലേക്ക് ഇലക്ട്രോണിക് വിപ്ലവം എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ഗാന്ധി വന്നത് ഏറ്റവും പ്രാചീനമായ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അന്ധതയിലേക്ക്, മതബോധത്തിലേക്ക്, മതാത്മകതയിലേക്ക് ഈ രാജ്യത്തെ നയിക്കുന്ന രാമായണ സീരിയലുമായിട്ടാണ്. അതിന് വാൽമീകിയുടെ രാമായണവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം എനിക്കും റിയാസ് ഖാനും ഈ ചർച്ച നയിക്കുന്ന അജിംസ് ഖാനും ഒക്കെ അറിയാം. അത് രാമാനന്ദ സാഗറിൻ്റെ രാമായണമായിരുന്നു. അത് ഹൈന്ദവാധികാരത്തിന് വേണ്ടിയുള്ള ക്ഷാത്രവീര്യത്തെ ആളിക്കത്തിക്കുന്ന നമ്മുടെ കുഞ്ഞു മനസ്സുകളിൽ, യുവ മനസ്സുകളിൽ ഒക്കെ തന്നെ ഈ ക്ഷാത്രവീര്യം ഹൈന്ദവാധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ട വീര്യമാക്കി, മുസ്ലിം വിരുദ്ധതയാക്കി, ഇസ്ലാമോഫോബിയാക്കി രാജ്യത്തെ വേട്ടയാടുകയാണ് ചെയ്തത്. അതിൻ്റെയൊക്കെ അനുശോചിയിൽ വേണം ഗുജറാത്ത് വംശഹത്യ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്ത് സംഘപരിവാർ നടത്തിയിട്ടുള്ള നിഷ്ഠൂരമായ തങ്ങൾക്ക് അനഭിമതമായ ജനസമൂഹങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങളാണ്. ഈ കാര്യങ്ങളെയൊക്കെ ആകെ കണക്കിലെടുത്തുകൊണ്ടുള്ള സംഘപരിവാറിൻ്റെ ഈ ഹിന്ദുത്വ അജണ്ടക്കെതിരായിട്ട് അതിൻ്റെ ഭാഗമാണ് ഈ ബാബ്രി മസ്ജിദ് തകർത്ത സ്ഥലത്താണ് മിസ്റ്റർ റിയാസ് ഖാൻ ഈ ക്ഷേത്രം പണിതുയർത്തിയിരിക്കുന്നത്. രഞ്ജൻ ഗൊഗോയിയെ പോലുള്ളൊരു ജഡ്ജി എന്ത് ജുഡീഷ്യൽ അടിസ്ഥാനത്തിലാണ് ആ വിധി പറഞ്ഞത്? ബാബ്രി മസ്ജിദ് തകർത്ത സ്ഥലത്തിൻ്റെ ഉടമസ്ഥത സുന്നി വഖഫ് ബോർഡിന് 2.77 ഏക്കർ സ്ഥലം. ആ സുന്നി വഖഫ് ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള സിവിൽ ഡോക്യുമെൻറ്റ്സ് കൃത്യമായുള്ള ആ സ്ഥലത്തെക്കുറിച്ച് രഞ്ജൻ ഗൊഗോയിയുടെ ബെഞ്ച് നടത്തിയ നിരീക്ഷണം എന്താണെന്നോ? രഞ്ജൻ ഗൊഗോയി പറഞ്ഞത് അതിൻ്റെ ഉടമസ്ഥത സിവിൽ റൈറ്റ് സുന്നി വഖഫ് ബോർഡിനാണെങ്കിലും ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് അവിടെയാണ് രാമൻ ജനിച്ചത്. ത്രേതായുഗത്തിൽ ജനിച്ച രാമൻ ഈ ബാബറി മസ്ജിദ് 1528 ബാബർ ചക്രവർത്തി പണിത ഈ ബാബറി മസ്ജിദ് നിൽക്കുന്ന സ്ഥലത്താണ് ജനിച്ചത് എന്ന് എന്ത് ചരിത്രരേഖയുടെ എന്ത് അടിസ്ഥാനത്തിലാണ് മിസ്റ്റർ രഞ്ജൻ ഗൊഗോയിയുടെ ബെഞ്ച് വിധി എഴുതിയത്? ആ വിധിക്കെതിരായിട്ട് വിമർശനപരമായി ഈ രാജ്യത്തെ നീതിന്യായ രംഗത്ത്
പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ എല്ലാ വ്യക്തികളും നിരവധി മാധ്യമപ്രവർത്തകർ നിലപാട് ശേഖരിച്ചു. ആ വിധിയെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടിയോ രാഹുൽ ഗാന്ധി? അങ്ങനെ ഒരു വിധി രഞ്ജൻ ഗൊഗോയി പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന കാര്യം താൻ അറിഞ്ഞിട്ടില്ല എന്ന മട്ടിലല്ലേ സോണിയാഗാന്ധി ഇക്കാലം അത്രയും പ്രവർത്തിച്ചത്? ഇതെല്ലാം കാണിക്കുന്ന എന്താണ്? കുറ്റകരമായ വിട്ടുവീഴ്ചാ സമീപനം ഹിന്ദുത്വത്തോട് കോൺഗ്രസ് പാർട്ടി കാണിച്ചു. അതിൻ്റെ അനന്തരഫലമായിട്ട് ഈ രാജ്യത്ത് ഹിന്ദുത്വം ഒരു പൊതുബോധമായി വളർത്തുന്നതിൽ കോൺഗ്രസിൻ്റെ ഈ വിട്ടുവീഴ്ചാ സമീപനം കൂടി പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ കാണണം. അതുകൊണ്ട് ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് ക്ഷേത്രം പണിയുമ്പോൾ അതൊരു ദേശീയ രാഷ്ട്രീയ ദൗത്യമായിട്ട് ഈ രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ശക്തികൾ കൊണ്ടാടുമ്പോൾ അതിൽ പങ്കെടുക്കില്ല എന്ന് ധീരമായി പറയാൻ കഴിയണം. അതിൽ പങ്കെടുക്കില്ല എന്ന് പറയാൻ കോൺഗ്രസിന് കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് റിയാസ് ഖാൻ എന്നോട് ചോദിച്ചാൽ എനിക്കതിന് വിശദീകരണമുണ്ട്. അത് ചരിത്രപരമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 1948 ഡിസംബർ 22 ഈ പള്ളിക്കകത്തേക്ക് അതിക്രമിച്ച് കടന്ന് ബാബാ രാഘവദാസ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനും ഹിന്ദു മഹാസഭക്കാരനുമായ ആളുടെ നേതൃത്വത്തിൽ അവിടെ ഈ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചപ്പോൾ അതിൽ പ്രതിഷേധിച്ച് രംഗത്ത് വന്ന കോൺഗ്രസിൻ്റെ ഒരു DCC പ്രസിഡന്റ് ഉണ്ട്, ഫൈസാബാദ് DCC പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ പേര് അക്ഷയ് ബ്രഹ്മചാരി എന്നാണ്. ആ അക്ഷയ് ബ്രഹ്മചാരി ക്ഷേത്രം പൂട്ടിയിടാനുള്ള പന്തിൻ്റെ നിലപാടിനെതിരായിട്ട് രംഗത്ത് വന്നു. അദ്ദേഹം നിരാഹാരം കിടന്നു. അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹ പന്തല് ഫൈസാബാദിലെ ബ്രാഹ്മണ കോൺഗ്രസ് നേതാക്കളോടൊപ്പം ഈ ഹിന്ദു മഹാസഭക്കാരും ചേർന്ന് അടിച്ചു പൊളിച്ചു, നഗ്നനാക്കി കോൺഗ്രസിൻ്റെ DCCയുടെ അന്നത്തെ സെക്രട്ടറി അക്ഷയ് ബ്രഹ്മചാരിയെ ഓടിച്ചു. അക്ഷയ് ബ്രഹ്മചാരിമാർക്ക് നെഹ്റുവിൻ്റെ കാലത്ത് പോലും കോൺഗ്രസ് നിൽക്കാൻ കഴിഞ്ഞില്ല. നെഹ്റുവിൻ്റെ നിലപാട് ഉയർത്തി പള്ളിക്കകത്ത് കടത്തിവെച്ച, അതിക്രമിച്ചു കൊണ്ടുവച്ച ഈ വിഗ്രഹങ്ങളെടുത്ത് സരയൂ നദിയുടെ പ്രവാഹഗതിയിലേക്ക് എറിയണമെന്ന് പറഞ്ഞ ആളാണ് അക്ഷയ് ബ്രഹ്മചാരി. അതിനെ എതിർത്തത്, അതിനെ തകർത്തത് ഈ അക്ഷയ് ബ്രഹ്മചാരിയെ അടിച്ചോടിച്ച അന്നത്തെ UP മുഖ്യമന്ത്രി GB പന്തും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായ മലയാളിയായിട്ടുള്ള KK നായർ എന്ന് പറയുന്ന അന്നത്തെ ഫൈസാബാദ് ഡിസ്ട്രിക്ട് കലക്ടറും. അതുകൊണ്ട് ചരിത്രപരമാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയാൽ 86 ഒരു സിവിൽ കോടതി വിധിയെ നിമിത്തമാക്കിക്കൊണ്ട് ഇത് തുറന്നു കൊടുത്തത് ND തിവാരിയാണ്, രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ച്. 89 അവിടെ ശിലാന്യാസം നടത്താൻ അവസരമുണ്ടായിക്കൊടുത്തത്, അതിന് അനുമതി കൊടുത്തത് രാജീവ് ഗാന്ധിയുടെ. ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ വെറുതെ ഞങ്ങൾ വലിയ പാർട്ടിയാണ്, എല്ലാ വിശ്വാസത്തെയും കണക്കും, വിശ്വാസത്തെ കണക്കിലെടുക്കണം. വിശ്വാസ സംരക്ഷണം പ്രധാനമാണ്. വിശ്വാസ സംരക്ഷണത്തിൻ്റെ പേരിൽ ഭൂരിപക്ഷ ഹൈന്ദവ മതവിശ്വാസത്തിന് വേണ്ടി അമ്പലമുണ്ടാക്കുക ഗവൺമെൻറ് പണിയല്ല. അത് ദേശീയ രാഷ്ട്രീയ ദൗത്യമാക്കിയിട്ട് പ്രഖ്യാപിക്കുക ഗവൺമെൻറ് പണിയല്ല. ഗവൺമെൻറ് സെക്കുലർ ആവണം. ഗവൺമെൻറ് ഒരു പ്രത്യേക മതവിഭാഗത്തിന് ആരാധന ഉണ്ടാക്കുന്നത് അത് സ്റ്റേറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്നത് മതാത്മകമാണ്, മതേതരത്വത്തിനാണ്. അത് റിയാസ് ഖാനെ പോലുള്ള ആളുകൾ അവർ മതനിരപേക്ഷതയുടെ പേരിലാണ് നിലനിൽക്കുന്നെങ്കിൽ, സംസാരിക്കുന്നെങ്കിൽ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രീ പ്രിന്റു, ദിഗ്വിജയ് സിംഗ് ഇത് സംബന്ധിച്ച് നടത്തിയൊരു പ്രസ്താവന വളരെ വിവാദമായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് കോൺഗ്രസ് അത് സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്ന അവരുടെ ദേശീയ നേതൃത്വം തീരുമാനിക്കും, അത് പോസിറ്റീവായിട്ടാണ് ആ ക്ഷണത്തെ കാണുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് വലിയ വിവാദമായത്. അതോടൊപ്പം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയൊരു കാര്യം, ഈ ക്ഷേത്ര ട്രസ്റ്റ് ഈ ഇൻവിറ്റേഷൻ അയക്കുമ്പോൾ വിശ്വാസികളായ പലരെയും ഒഴിവാക്കി. ഞാനൊരു വിശ്വാസിയാണ്, ദിഗ്വിജയ് സിംഗ് പറയുന്നു, എന്നെ വിളിച്ചിട്ടില്ല, ലാൽകൃഷ്ണ അഡ്വാണി ഇല്ല, മുരളി മനോഹർ ജോഷി ഇല്ല. ഇതെന്ത് ക്ഷണമാണ്? ഇത് രാഷ്ട്രീയ താല്പര്യത്തോടുള്ള ക്ഷണമാണെന്നാണ് പറയുന്നത്. സാർ, ഞാൻ ഇതിനകത്ത് 2-3 കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് പറയേണ്ടതുണ്ട്. അപ്പോൾ എനിക്കൊന്ന് സമയം തരണം. ഞാൻ അതിന് തന്നെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം KT കുഞ്ഞൻ സാർ പറഞ്ഞ ഇതിൻ്റെ വസ്തുതകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ഞാൻ ഒന്നാമത്തെ ഒരു കാര്യം പറയാം. രാമജന്മഭൂമി മന്ദിരവുമായി ബന്ധപ്പെട്ട് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, അവിടുത്തെ ട്രസ്റ്റാണ്. ട്രസ്റ്റ് ക്ഷണിച്ച 6000-ഓളം ആളുകളുണ്ട്. അത് ഭാരതത്തിലെ സമസ്ത മേഖലയിൽപ്പെട്ട കലാ, കായിക, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽപ്പെട്ട ആളുകളാണ്. അതിൽ ക്ഷണിക്കപ്പെട്ട വ്യക്തിത്വം മാത്രമാണ് നരേന്ദ്രമോദിയും. അതോടൊപ്പം തന്നെ ക്ഷണം സ്വീകരിക്കാതെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ സീതാറാം യെച്ചൂരിയും പോണോ പോണ്ടേ എന്ന് നിശ്ചയിച്ചു കൊണ്ട് നിൽക്കുന്ന സോണിയാഗാന്ധിയൊക്കെ സ്വാഭാവികമായിട്ട് തികച്ചും ഒരു ട്രസ്റ്റിൻ്റെ ഒരു ചടങ്ങിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കമുള്ള സമസ്ത മേഖലയിലുള്ള ആളുകളെ ക്ഷണിച്ചതിൻ്റെ ഔചിത്യം എന്ന് പറയുന്നത്, രാമൻ ഈ രാഷ്ട്രത്തിൻ്റെ ആത്മാവാണ്. നേരത്തെ KT കുഞ്ഞിക്കണ്ണൻ സാർ പറഞ്ഞല്ലോ, രാമൻ ജനിച്ചതിനെന്താ തെളിവെന്ന്. ഞാൻ KT കുഞ്ഞിക്കണ്ണൻ സാറോട് ഒന്ന് പറയുന്നു, സീതാറാം യെച്ചൂരിയുടെ പിതാവിനറിയാം തെളിവ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സീതാറാം യെച്ചൂരി എന്ന പേരിട്ടത്. അദ്ദേഹത്തിന് ഇട്ട പേര് ബാബറെന്നോ ബാക്കിയുള്ള പേരൊന്നല്ലല്ലോ, ഇട്ടത് സീതാറാം യെച്ചൂരി എന്നല്ലേ. അപ്പോൾ രാമനുണ്ട് എന്നതിൻ്റെ തെളിവ് സീതാറാം യെച്ചൂരിയിലുണ്ട്. ത്രേതായുഗത്തിലെ രാമനുണ്ട്, അതിലൊരു സംശയം വേണ്ട. KT കുഞ്ഞിനെ പോലെ നിരീശ്വരവാദികൾക്ക് രാമനെ അത്രയ്ക്ക് അങ്ങോട്ട് സഹിക്കില്ല. ഞാൻ പറയുന്നത് രാമനുണ്ട്, രാമൻ ഈ നാടിൻ്റെ സത്യമാണ്, അത് രാമൻ ഈ നാടിൻ്റെ ഹിതമാണ്. അപ്പോൾ രാമക്ഷേത്രം ഈ നാടിൻ്റെ ഹിതമാണ്.
അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞല്ലോ രാഷ്ട്രക്ഷേത്രമാണ്, അതൊരു സംശയം വേണ്ട, രാഷ്ട്രക്ഷേത്രം തന്നെയാണ് രാമമന്ദിരം. ഞാൻ സത്യത്തിൽ നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ വളരെ മുസ്ലിം സമുദായം എത്ര കോടതി വിധിയെ വൈകാരികമായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ രാജ്യത്തിൻ്റെ കൂടെ നിന്നു. അങ്ങനെയുള്ള ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ വൈകാരികമായി കോൺഗ്രസ് പ്രതിനിധി പറയും എല്ലാ കാലത്തും ഇടതുപക്ഷത്തിൻ്റെ ഒരു ലൈൻ ഇതാണ്. വൈകാരികമായി ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർത്തുകൊണ്ട് ഈ നാടിനകത്ത് ശാന്തിയും സമാധാനവും ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടത്തുക. നോക്കുക, ഇതൊരു കേവലം 49-ലെയോ 87 വിഷയമല്ല. 1528 മുതൽ 2019 വരെ 500 വർഷത്തെ ഒരു പോരാട്ടത്തിൻ്റെയും കലാപങ്ങളുടെയും വർഗീയ കലാപങ്ങളുടെയും ഒക്കെ അതിൻ്റെ കണക്കുകളുണ്ട്. അനവധി ആളുകളുടെ ചോരയും വിയർപ്പും നീരും പ്രാണനും പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ രാമക്ഷേത്ര സംഭവവുമായി ബന്ധപ്പെട്ട്. അതിനെയെല്ലാം വളരെ കാര്യഗൗരവത്തോടു കൂടി ലോക ജനാധിപത്യത്തെ രീതിയിൽ നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ഇന്ത്യൻ കോടതി അതിനെ പരിഹരിച്ചത്. ആ കോടതിയുടെ പരിഹാരത്തെ അത്ര പുച്ഛത്തോടു കൂടിയാണ് ഈ KT കുഞ്ഞുങ്കണ്ണൻ സാറെ പോലെയുള്ള ആളുകൾ അവഗണിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഇവരെ പാർട്ടി കോടതി നിശ്ചയിക്കുന്നതാണ് ഇവരുടെ വിധി. അങ്ങനെയാണല്ലോ, അങ്ങനെയാണ് പാർട്ടി കോടതി നിശ്ചയിക്കുന്നതല്ല ഇന്ത്യൻ സുപ്രീം കോടതി. പരമോന്നത നീതിപീഠം എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദീകരിച്ച് നോക്കിയതിന് ശേഷമാണ് വിധി പറഞ്ഞത്. വിധി പറഞ്ഞപ്പോൾ വിധി എല്ലാവരും സ്വീകരിച്ചു. നമ്മളെല്ലാവരും ആശങ്കയോട് കൂടിയിട്ടാണ് അതിനെ കണ്ടത്. നോക്കൂ, മീഡിയ വൺ അടക്കമുള്ള ചാനലുകൾ അന്ന് പുലർത്തിയിട്ടുള്ള മിതത്വം, ആ വിഷയത്തെ കൈകാര്യം ചെയ്ത അവധാനത എത്ര മനോഹരമായിരുന്നു. നമ്മളെല്ലാവരും അതിനെ എത്ര മനോഹരമായിട്ടാണ് സ്വീകരിച്ചത്. കാരണം രാജ്യത്തിൻ്റെ ഒരു പൊതുപ്രശ്നത്തെ വളരെ നയതന്ത്രപരമായിട്ട് രാജ്യം പരിഹരിക്കുകയാണ് ചെയ്തത്. രാജ്യം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയും ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും അടങ്ങുന്നതാണല്ലോ. എന്നിട്ടും ഇപ്പോഴും ഈ പ്രാണപ്രതിഷ്ഠയുടെ പേരിൽ ഇവർ നടത്തുന്ന വർഗീയ മുതലെടുപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ സംഘടിത മുസ്ലിം വോട്ട് കണ്ടുകൊണ്ട് മാത്രമാണ്. നമ്മുടെ കോൺഗ്രസ് പ്രതിനിധി പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ഡൽഹി എന്ന് പറയുന്ന സമയത്ത് സീതാറാം യെച്ചൂരിയും നമ്മുടെ പ്രകാശ് കാരാട്ടും നമ്മളുടെ ബൃന്ദ കാരാട്ടും ആദ്യമാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബേബി അടക്കമുള്ള ഒരു സംഘം അവിടെ ഇരുന്നു കൊണ്ട് ഉത്തരേന്ത്യ രാഷ്ട്രീയത്തെക്കുറിച്ച് അവർക്ക് എന്തറിയാനാ? അവർക്ക് ആകെ വേണ്ടത് കേരളത്തിലെ സംഘടിത മുസ്ലിം വോട്ടാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇങ്ങനെ CPM-കാരൻ പറയുന്ന വർഗീയ പ്രചരണത്തിൽ വീഴുന്നവരാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ അല്ല. കേരള മുസ്ലിങ്ങളുടെ ഒരു പാരമ്പര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കേരളത്തിലെ മുസ്ലിങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ബാബറിൻ്റെ സംസ്കാരമല്ല, അത് മാലിക് ദിനാറിൻ്റെ സംസ്കാരമാണ്. മാലിക് ദിനാറിൻ്റെ സംസ്കാരമാണ്, അത് ചേരമാൻ പെരുമാളുടെ സംസ്കാരമാണ്. ഇവിടെ ഇസ്ലാം മതം വന്നതിൻ്റെ ഒരു പശ്ചാത്തലം നിങ്ങൾ നോക്കൂ, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ പാതയിലൂടെയാണ് വന്നത്. ഇവിടെ ഇസ്ലാം മതത്തിന് വരാനുള്ള എല്ലാ ഒരുക്കങ്ങളും കൊടുത്ത് ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാരാണ്. സഹവർത്തിത്വത്തിന്റെ സമുന്നതത്തിന്റെ പാതയിലൂടെയാണ് ഉത്തരേന്ത്യയും കേരളത്തെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് പറയുമ്പോൾ ഒരു നിമിഷം അതിൽ കുറച്ചൊരു പ്രശ്നമുണ്ട്. അതെന്നുവെച്ചാൽ കേരളത്തിൽ മാലിക് ദിനാറിൻ്റെ വഴിയുള്ള മുസ്ലിങ്ങളാണ്, അവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് ഇത് അവിടെ ബാഡ് മുസ്ലിം, ഇവിടെ ഗുഡ് മുസ്ലിം എന്നാണ് പറയുന്നത്. അതൊരു പ്രോബ്ലമാറ്റിക് ആണ് ആ താരതമ്യം. അല്ല അങ്ങനെയല്ല സാർ, അങ്ങനെയാണെങ്കിൽ ഉത്തരേന്ത്യയിൽ നടന്ന കലാപങ്ങളെ നിങ്ങൾ അതിന്റെ പേരിൽ ന്യായീകരിക്കാം. അതുകൊണ്ടാണ് അല്ല സാർ, ഞാനൊരു കാര്യം പറയാം. നമുക്കറിയാലോ, ഈ സത്യത്തിൽ ഇന്ത്യയെ നമ്മൾ ബാബർ അറിയപ്പെടുന്നു, ഞാൻ ചരിത്ര വസ്തുത എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്, അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. ബാബറിനെ നമ്മൾ അറിയപ്പെടുന്നത് ഇന്ത്യയും ഇന്ത്യക്കാരെയും ഇഷ്ടപ്പെടാത്ത ചക്രവർത്തി അല്ലെങ്കിൽ ഭരണാധികാരി എന്നാണ് ബാബറിനെ ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അക്ബറിന്റെ കാലഘട്ടം മുതലാണ്. ബാബർ ഇന്ത്യക്കാരെ വെറുതെ ആളാണെന്നൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് വെറുതെ പറയല്ലേ, നിങ്ങൾ കോട്ട് ചെയ്യുന്ന നിങ്ങൾ താങ്കൾ എഴുതിയ ബാബർ അല്ല വായിക്കേണ്ടത്. ബാബർ എഴുതിയ ബാബർ നാമ എന്ന് പറ. ബാബറുടെ നിലപാട് ഓൺലൈനെ പോലുള്ള ഓറിയന്റൽസ് എഴുതിയ പുസ്തകം അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, KT കുഞ്ഞിക്കണ്ണൻ സാർ, ഞാൻ ഒരു ചരിത്ര പശ്ചാത്തലം പറയാം. ഇവിടുത്തെ ചരിത്രം എന്ന് പറയുന്നത് നിങ്ങളെ റോമില താപ്പറും അല്ലെങ്കിൽ കോളിൻസും എഴുതുന്നതല്ലല്ലോ. അങ്ങനെ റോമില താപ്പറും കോളിൻസും എഴുതുന്നത് മാത്രമല്ലല്ലോ ചരിത്രം. ഞാൻ പറഞ്ഞത് ഒരു വസ്തുത എന്ന രീതിയിലാണ്. പിന്നീടാണ് അക്ബറിന്റെ കാലഘട്ടം മുതലാണ് ഇന്ത്യൻ സംസ്കാരവുമായി ഇടകലർന്നുകൊണ്ട് മുഗൾ രാജാക്കന്മാർ വരുന്നത്. അത് ചരിത്ര പശ്ചാത്തലം. നമുക്ക് ആ ചരിത്രം ഉണ്ടാവും, അതൊക്കെ ഒരുപാട് ഡീപ്പ്. ഞാൻ എന്റെ കാര്യം ഒറ്റ ചോദ്യമാണ്. ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ ഇത് വർഗീയ വേണ്ടിയാണ് CPM നിലപാട് സ്വീകരിക്കുന്നത്. ഞാൻ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ്, ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ്. ഈ ക്ഷേത്രം രാഷ്ട്രക്ഷേത്രമാണെന്ന് യോഗി ആദിത്യനാഥ് പ്രഖ്യാപിക്കുന്നത് പിന്നെ എന്താണ്? അത് വർഗീയ മുതലെടുപ്പല്ലേ? രാഷ്ട്രവും ക്ഷേത്രവും തമ്മിൽ എന്താണ് ബന്ധം? നമുക്ക് ഭരണഘടനയുണ്ട്, ഭരണഘടനയിൽ നമ്മൾ സെക്യുലറാണ്. സെക്യുലറാണ്, ഞാൻ പറഞ്ഞ സെക്യുലറാണ്. രാമൻ എന്ന് പറയുന്ന സത്വത്തെ ആരാണ് തള്ളിക്കളയുന്നത്? കമ്മ്യൂണിസ്റ്റുകാരന് പറയാം, കോൺഗ്രസ്സുകാരന് പറയാൻ സാധിക്കുമോ? ഇവിടുത്തെ സർവ്വസാധാരണക്കാരൻ ആളുകൾക്ക് രാമനെ തള്ളിക്കളയാൻ സാധിക്കും? നിങ്ങൾ മുതൽ ഈ ചർച്ചയിൽ ആരും തള്ളി പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യം അതാണ്, ഈ ക്ഷേത്രവും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം എന്താണ്? അല്ല അതുകൊണ്ടാണല്ലോ. അല്ല ഞാൻ ചോദിക്കട്ടെ,
രാഷ്ട്രക്ഷേത്രം, രാമൻ രാഷ്ട്രത്തിൻ്റെ ഐഡന്റിറ്റിയാണ്. നോക്കൂ, രാമക്ഷേത്രം എന്ന രാഷ്ട്രത്തിൻ്റെ ഐഡന്റിറ്റിയാണ്. ആ ഐഡന്റിറ്റിക്ക്, ആ പാരമ്പര്യത്തിൽ ഇവിടെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എല്ലാവർക്കും അഭിമാനിക്കാം. രാമൻ ഒരു ഹിന്ദുവിന്റെ പ്രതീകമായിട്ട് നിങ്ങൾ ആരും കാണണ്ട. അങ്ങനെ കണ്ടിട്ടില്ല. ഭൂരിപക്ഷമായിട്ടുള്ള രാമനെ ഹിന്ദുവിന്റെയോ ക്രിസ്ത്യാനിയോ പ്രതീകമായിട്ടല്ല കാണുന്നത്. രാമൻ എന്ന് പറയുന്ന ഒരു ഇതിഹാസ കഥാപാത്രമാണ്, ഇതിഹാസമാണ്, നമ്മുടെ ഇതിഹാസങ്ങൾ രേഖപ്പെടുത്തിയതാണ്. അതിനെ ആരെ തള്ളി പറഞ്ഞു? ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ക്ഷേത്രവും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് വിശദീകരിക്കൂ. അല്ല, അതൊരു നോക്കട്ടെ, ഓരോ രാജ്യത്തിന്റെയും പാരമ്പര്യവും പൈതൃകവും സ്വത്തും ഉണ്ടല്ലോ. ഭാരതത്തിന്റെ പൈതൃകത്തിലും പാരമ്പര്യത്തിലും രാമനെ തള്ളിക്കളയാൻ നമുക്ക് സാധിക്കൂ? തള്ളിക്കളയാൻ സാധിക്കൂ? ആരും തള്ളി പറഞ്ഞിട്ടില്ല പ്രിന്റു, ആരും തള്ളി പറഞ്ഞില്ല. എന്റെ ചോദ്യം, ഈ ക്ഷേത്രവും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്റെ ചോദ്യം. അതുകൊണ്ടല്ലേ നോക്കൂ, രാമനെ തള്ളിക്കളഞ്ഞത് കൊണ്ടല്ലേ സീതാറാം യെച്ചൂരിക്ക് ഒരു ഡിപ്ലോമാറ്റിക് എന്ന രീതിയിൽ, ഈ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധി എന്ന രീതിയിൽ ആ ചർച്ചയിൽ പങ്കെടുക്കേണ്ട ആളല്ലേ, ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ട ആളല്ലേ? പങ്കെടുത്തോ? അല്ല, അതിന് അദ്ദേഹം രാമൻ എവിടെയാണോ പള്ളി പൊളിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഏത് ഇതിഹാസ കൃതിയിലാണ് രാമൻ പറഞ്ഞിരിക്കുന്നത്? അല്ലല്ല, അതിവിടെ എന്റെ ചോദ്യം ഇതാണ്. സീതാറാം യെച്ചൂരി പറഞ്ഞതിൽ ക്ലാരിറ്റി ഉണ്ടെന്നേ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? മതം എന്ന് പറയുന്നത് അത് ഇപ്പൊ രാമനായാലും അള്ളാഹു ആണെങ്കിലും കർത്താവാണെങ്കിലും അതൊക്കെ മനുഷ്യരുടെ സ്വകാര്യ കാര്യമാണ്. അതിന് രാഷ്ട്രീയവുമായോ ജനാധിപത്യപരമായ ഒരു ബന്ധവുമില്ല, ബന്ധപ്പെടുത്താൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്ലാരിറ്റി ഉണ്ട് അദ്ദേഹത്തിന്റെ നിലപാടിൽ. സീതാറാം യെച്ചൂരിയുടെ പേരിൽ തന്നെ സീതാരാമനുണ്ട്. ഞാൻ ചോദിക്കട്ടെ അംജിത് സാർ, അതെ, നമ്മൾ പറഞ്ഞല്ലോ സാർ, നമുക്കിപ്പോൾ ഇതൊക്കെ നമുക്ക് വാദത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാം. ഇന്ത്യയുടെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നമുക്ക് മതത്തെയും രാഷ്ട്രത്തെയും രാഷ്ട്രീയത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? നമ്മളത് ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത. നമുക്ക് പ്രായോഗികമായിട്ട് പറയാം, മതം വേറെ, രാഷ്ട്രം വേറെ, രാഷ്ട്രീയം വരുന്നത്. നമ്മൾ ഒരു ആരോഗ്യപരമായ ചർച്ച എന്ന രീതിയിൽ നമ്മൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മലപ്പുറം ജില്ല എടുക്കുക. മലപ്പുറം ജില്ലയിൽ മുസ്ലിം സമുദായത്തെയും അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമോ? മലബാറിൽ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു രാഷ്ട്രീയം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമോ? കോട്ടയത്ത് ക്രിസ്ത്യൻ ഐഡന്റിറ്റിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പറ്റുമോ? ഇനി തിരുവനന്തപുരത്ത് നായർ ഐഡന്റിറ്റിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ പ്രായോഗികമായിട്ട് വേണമെങ്കിൽ പറയാം, മതത്തെ മാറ്റി നിർത്താം, രാഷ്ട്രത്തെ മാറ്റി നിർത്താം, രാഷ്ട്രീയത്തെ മാറ്റി നിർത്താമെന്ന്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടുത്തെ ഈ ഭാരതത്തിലെ ഒരു ജനാധിപത്യ രീതിയിൽ സകല ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ആനന്ദ ഉത്സവം എന്നാണ് അതിന് പേരിട്ട പേര്, ആനന്ദ ഉത്സവം. അത് നാടിന്റെ ഐഡന്റിറ്റിയാണ്. നിങ്ങൾ ഈ നാടിന്റെ ഐഡന്റിറ്റി ഉയർത്തുന്ന രാമനെ, എല്ലാവർക്കും സ്വീകാര്യനായ രാമനെ ശ്രമിക്കുന്ന CPM ഇത് രാഷ്ട്രക്ഷേത്രമാണെന്നും ശ്രീരാമൻ രാഷ്ട്ര പ്രതീകമാണെന്നും ഒക്കെ നിങ്ങളുടെ വ്യാഖ്യാനമാണ്. അത് വ്യാഖ്യാനമാണെന്നും നിങ്ങളുടെ വ്യാഖ്യാനം എല്ലാവരും അംഗീകരിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? ഞങ്ങളുടെ മാത്രം വ്യാഖ്യാനമാണെങ്കിൽ കോൺഗ്രസ്സുകാർ നെഞ്ചുറപ്പോടുകൂടി പറയട്ടെ, ഈ രാമക്ഷേത്ര പരിപാടികൾ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന്. നെഹ്റു പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറയട്ടെ, സോമനാഥ ക്ഷേത്ര വിഷയത്തിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞല്ലോ, അന്നത്തെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് കത്തെഴുതുകയുണ്ടായി, നിങ്ങളാരും പങ്കെടുക്കരുത്. അതിൻ്റെ തിക്തഫലമാണ് പിന്നീട് ഇന്റർനാഷണൽ കോൺഗ്രസ് ഈ ഭാരതത്തിൽ അനുഭവിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നെഹ്റുവിനെ സ്വീകരിക്കാതെ എൻ്റെ ഹൃദയത്തിൽ രാമനാണെന്ന് കമൽനാഥ് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായിട്ടും വ്യാഖ്യാനം തെറ്റാണ്. നെഹ്റുവിന്റെ നിലപാടിൽ നിന്നപ്പോൾ കോൺഗ്രസ്സുകാർക്ക് വോട്ടുണ്ടായിരുന്നു, അവർക്ക് സീറ്റ് ഉണ്ടായിരുന്ന അധികാരമുണ്ടായിരുന്നു. രാജീവ് ഗാന്ധിയുടെയും കമൽനാഥിന്റെയും നിലപാടിലേക്ക് വന്നപ്പോൾ അവർ അധികാരത്തിൽ നിന്ന് പുറത്തായി. അതല്ലേ ചരിത്രം? ഞാനൊരു കാര്യം പറയട്ടെ, സത്യത്തിൽ അംജിത് സാർ, ഈ കേരളത്തിൽ മാത്രമാണ് ഈ പ്രശ്നം. അതുകൊണ്ടാണല്ലോ എല്ലാ ബുദ്ധിരാക്ഷസനായ KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധിക്ക് എല്ലാ ബുദ്ധിയും പറഞ്ഞു കൊടുക്കുന്ന അഭിനവ ചാണക്യൻ KC വേണുഗോപാൽ എന്താ കേരളത്തിൽ കൃത്യമായിട്ടൊരു മറുപടി പറയാഞ്ഞത്? AICCയുടെ ജനറൽ സെക്രട്ടറി അല്ലേ, സംഘടനാ ചുമതലയുള്ള ആളല്ലേ, എന്തുകൊണ്ട് വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞില്ല? അപ്പോൾ സത്യത്തിൽ ഈ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കിടന്നിട്ട് ഉരുളുകയാണ് കോൺഗ്രസ്സുകാർ. നിങ്ങളൊന്നില്ലെങ്കിൽ ചങ്കുറപ്പോടുകൂടി പറയാൻ സാധിക്കണം, ഞങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന്. പക്ഷെ ഞാൻ പറയുന്നത് ആ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണം. BJPയുടെ ഒരു പൊളിറ്റിക്കൽ സംഘടന എന്ന രീതിയിൽ അതിൽ കോൺഗ്രസ്സുകാരൻ പങ്കെടുക്കണം. അവിടെ ആരൊക്കെയാണ് ഇന്ത്യയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നത് എല്ലാ ആളുകളും പങ്കെടുക്കണം. കാരണം ഇതൊരു സമന്വയത്തിൻ്റെ പ്രശ്നമാണ്, സമാധാനത്തിൻ്റെ പ്രശ്നമാണ്, ഈ നാടെ കുട്ടിച്ചോറാക്കുന്ന ആളുകൾക്കുള്ള സന്ദേശമാണ്. ആ സന്ദേശത്തെ എല്ലാ കാലഘട്ടത്തിലും ഇപ്പോൾ നോക്കുക, ബാബരി മസ്ജിദ് വിഷയം നമ്മളൊക്കെ മറന്നപ്പോഴും നമ്മളെ സ്ഥിരമായി ഓർമ്മിപ്പിക്കുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പോൾ കൈരളി ചാനൽ
ബാക്കി എല്ലാവരും ഇപ്പോൾ മീഡിയ വൺ അടക്കമുള്ള ചാനൽ ആ ദിവസത്തെ ഒരു ന്യൂസ് എന്ന രീതിയിൽ ചെയ്യുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബാബരി മസ്ജിദിന്റെ താഴികക്കൂടം ഇങ്ങനെ തകർക്കുന്ന രംഗം കാണിച്ച് ജനങ്ങൾക്കിടയിൽ ഭീതി പരത്തുന്നത് ആരാ? ഈ ഇടതുപക്ഷത്തിന്റെ ചാനലല്ലേ? നിങ്ങൾ നോക്കിയാൽ മതി. അംജി സാർ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തനമാണല്ലോ. ഈ പ്രവണത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഇലക്ഷൻ തോറ്റ വല്യേട്ടനും ഈ രണ്ട് രംഗങ്ങളാണ് എന്നെ കൈരളി ചാനൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. ഒന്നില്ലെങ്കിൽ ഇലക്ഷൻ തോറ്റ് കഴിഞ്ഞ വല്യേട്ടൻ സിനിമയും, അല്ലെങ്കിൽ ഈ ബാബരി മസ്ജിദ് ദിനത്തിൽ ഈ താഴികക്കൂടം ഇങ്ങനെ തകർക്കുന്ന കാഴ്ച കണ്ട് ഇവിടുത്തെ മുസ്ലിം വോട്ട്, അല്ലാതെ മുസ്ലിങ്ങളുടെ, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണോ ഈ CPM ഇതൊക്കെ ചെയ്യുന്നത് തോന്നുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ വേട്ടയാടിയിട്ടുള്ള പ്രസ്ഥാനം ഈ കേരളത്തിൽ ആരാ? CPM അല്ലേ? ഞാൻ ചോദിക്കട്ടെ, വലിയ ഉത്തരേന്ത്യ പറഞ്ഞല്ലോ, നാദാപുരം കലാപം നടന്ന സമയത്ത് പള്ളിയിൽ കയറി ആക്രമിച്ച് ഖുർആൻ കത്തിച്ചത് ഇടതുപക്ഷമല്ല, CPM-കാരല്ലേ? ഈ യുക്തി ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. ഡിസംബർ 6 വിജയ് ദിവസമായിട്ട് ആചരിക്കുന്നത് ആരാണ്? ഇന്നും എല്ലാ വർഷവും വിജയ് ദിവസമായിട്ട് നിങ്ങൾ ആചരിക്കുന്നുണ്ടല്ലോ. ആ വിജയ് ദിവസ ആചരണത്തിന്റെ എല്ലാ ഫ്ലെക്സിലും ഇതേ കർസേവകർ ആ താഴെ കൊടുത്ത് തകർക്കുന്ന ദൃശ്യം നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. അതെന്തിനാണ്? അത് ആരുടെ വികാരത്തെ എൻകാഷ് ചെയ്യാനാണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, അല്ല തീർച്ചയായിട്ടും അല്ല സാർ അംജി സാർ, ഏതെങ്കിലും തീവ്ര വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു സംഘടനകൾ അങ്ങനെ ഒരു വിജയ ദിവസം അങ്ങ് ആഘോഷിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് അത് നിങ്ങൾ സംഘപരിവാറിന്റെ മേലെ നിങ്ങൾ കെട്ടിവെക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ സത്യസന്ധമായി പറയുന്നു, ബാബരി മസ്ജിദ് അവസാനിച്ചൊരു കേസാണ്. അതിൻ്റെ പേരിൽ ഇനിയൊരു കലാപം ഉണ്ടാവാൻ പാടില്ല. ഹിന്ദുവും മുസൽമാനും നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു വിധിയാണ്. ആ വിധിയെ നമ്മൾ അംഗീകരിക്കാനുള്ള മനസ്സ് കാണണം. KT കുഞ്ഞിക്കുട്ടൻ സാർ ഇപ്പോഴും അത് അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. പ്രിന്റു ആ വിധി അംഗീകരിക്കുന്നുണ്ട്, വിധിയെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. എൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ, മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയം തച്ച് തകർത്ത് അവിടെ ഒരു ക്ഷേത്രം പണിതാൽ അവിടെ നിങ്ങൾക്ക് മനസമാധാനമായിട്ട് ആ ദൈവത്തെ പൂജിക്കാൻ പ്രിന്റുവിന് പറ്റും? പ്രിന്റു ഒരു വിശ്വാസിയാണെങ്കിൽ. അല്ലേ സാർ, ഞാനൊരു കാര്യം പറഞ്ഞു സാർ, നമ്മൾ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നോക്കട്ടെ. അയോധ്യ സത്യമല്ലേ? രാമൻ സത്യമല്ലേ? സരയു നദി സത്യമല്ലേ? അവിടെ തർക്കമന്ദിരം ഉണ്ടാവുന്നതിന് കാരണം എന്താ? ഈ തർക്കമന്ദിരം എന്ന് പറയുന്നത്, ഇപ്പോൾ നോക്കൂ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്ന അവിടെ ഒരു പള്ളി പണിതതല്ല. ഇപ്പോൾ താജ്മഹലിനേക്കാൾ നല്ല രീതിയിലുള്ള പള്ളികൾ ഇപ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിൽ തന്നെ മനോഹരമായ പള്ളികൾ ഇന്ത്യയിൽ കാണാം. നമുക്ക് കേരളത്തിലൊക്കെ, ഞാൻ തന്നെ പറയാം, കേരളത്തിൻ്റെ തീരദേശ മേഖലയിലൊക്കെ നിങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ പശ്ചാത്തലമുള്ള അനവധി പള്ളികൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. മതമാറ്റവുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ ആളുകൾ മുഴുവൻ മതം മാറിയപ്പോൾ സ്വാഭാവികമായി അമ്പലം അടക്കമുള്ള സംവിധാനങ്ങൾ പള്ളിയായ ചരിത്രമുണ്ട്. അതുകൊണ്ടല്ലോ പരംപൂജനീയ സർസംഘചാലക് പറഞ്ഞത്, എല്ലാ പള്ളിയുടെയും അടിയിൽ പോയി ശിവലിംഗം ഉണ്ടോ എന്ന് നോക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറഞ്ഞത് രാമൻ്റെ ഐഡന്റിറ്റി ഉണ്ട്, രാമൻ സത്യമാണ്, രാമക്ഷേത്രം തകർത്താണ് ബാബരി മസ്ജിദ് ഉണ്ടായി എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. ആ ഫാക്ടിനെ നിങ്ങൾ മറന്നുകൊണ്ട് പള്ളി മാത്രമെന്ന് പറയാം. കോടതി വിധിയാണല്ലോ കോടതി. ആ കോടതി വിധി വായിക്കണം. ഞാൻ കോടതി വിധിയെ റെഫർ ചെയ്യാൻ കാരണം ആ കോടതി വിധി പറയുന്നത് എന്താണ്? അതിനടിയിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്താൻ ഈ കാലം അത്ര, ഈ തർക്കം നിലനിന്ന പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തെളിവില്ല എന്ന് കോടതി പറഞ്ഞിട്ട് കോടതി റെഫർ ചെയ്യുന്നത് വിശ്വാസത്തെയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇതിനകത്ത് ഇന്ത്യ പോലെയുള്ള ബഹുസ്വരതയുള്ള സ്ഥലത്ത് കോടതിയുടെ പല വിധികളും ജനാധിപത്യ മൂല്യങ്ങളെയും ഇവിടുത്തെ സംസ്കാരത്തെയും ദേശീയതയും ഒക്കെ നോക്കിക്കൊണ്ടായിരിക്കും. അതൊരു ഞാൻ പറയുന്നത് ഒരു പ്രോബ്ലം ആയിട്ട് നിങ്ങളതിനെ കാണരുത്. കോടതി വിധിയെ നിങ്ങൾ അംഗീകരിക്കണം. ആ അംഗീകാരത്തിന് പിമ്പിൽ 500 വർഷത്തെ കലാപത്തിൻ്റെ ചരിത്രം ഇന്ത്യക്കുണ്ട്, നഷ്ടങ്ങളുടെ ചരിത്രമുണ്ട്, അനവധി ആളുകളുടെ പ്രാണൻ പൊലിഞ്ഞതിൻ്റെ ചരിത്രമുണ്ട്. സ്വാഭാവികമായിട്ട് കോടതി വിധിയിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. 4 കാര്യങ്ങളെ കോടതി തള്ളി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാലോ, അത് 2 കാര്യങ്ങൾ ഈ കോൺഗ്രസ്സുകാർ ചെയ്ത കാര്യങ്ങളെയാണ് വെല്ലുവിളിച്ചത്. 1 ശിലാന്യാസത്തിൻ്റെ കാര്യം, 2 തുറന്നുകൊടുത്ത കാര്യം. 4 കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം ചരിത്ര പശ്ചാത്തലവും രാമന്റെ ഐഡന്റിറ്റിയും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള സാങ്കേതികപരമായി അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ഐഡന്റിറ്റിയും കൃത്യമായിട്ട് കോടതിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത് കോടതി വിധി കൃത്യമായിട്ട് ഒരു കാര്യം കൂടി സാർ, അതിനകത്ത് വിധിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു പള്ളി എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ചില ഘടകങ്ങൾ ഈ പള്ളിയുടെ താഴോട്ട് പോകും തോറും കാണാൻ സാധിക്കില്ല. അവിടെ നിന്ന് കിട്ടിയ ശിലകൾ ടെറോട്ടിക് ശില്പങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിഗ്രഹാരാധനയെ ഒരു തരത്തിലും ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് നമുക്കറിയാലോ അത് ഒരു പള്ളിയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. 262 ടെറോട്ടിക് വിഗ്രഹങ്ങളാണ് അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയത്. സ്വാഭാവികമായിട്ട് അനവധി ചരിത്ര വസ്തുതകൾ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ചരിത്രപര ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്. കൃത്യമായിട്ട് കോടതി അത് അസന്ദിഗ്ധമായി അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഒരു ചരിത്രം കിട്ടിയിട്ടില്ല, പക്ഷേ വിശ്വാസത്തിന്റെ പേരിലാണ് അത് ആ തീർപ്പ് കൽപ്പിച്ചത്. നമുക്കത് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന കാര്യമില്ല. ഞാൻ മടങ്ങി വരാം അതിഥികളിലേക്ക്. ഒരു ചെറിയ ഇടവേള, ഒരു ബ്രേക്ക് ആവശ്യമുണ്ട്. അതിഥികളിലേക്ക് തിരികെ. ശ്രീ റിയാസ് ഖാൻ, ഇന്ത്യ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇവിടെ
മതവിശ്വാസികളുണ്ട്, മതം വിശ്വസിക്കാത്തവരുണ്ട്, വ്യത്യസ്ത മതവിഭാഗക്കാരുണ്ട്, പലതരത്തിലുള്ള ആളുകളുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ മതത്തെ കൊണ്ടുവരുന്നതിനെ എതിർത്ത ഒരാളാണ് ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. പക്ഷെ നമ്മളിപ്പോൾ കാണുന്നത് പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് പൂജാ ചടങ്ങുകൾ നടക്കുക, വിവിധ മതവിഭാഗങ്ങളെ കൊണ്ടുവന്ന് പാർലമെൻറ്റിൽ വരിക, രാഷ്ട്രപതി ഇല്ലാതെ രാഷ്ട്രപതിയുടെ അസാന്നിധ്യത്തിൽ മത നേതാക്കൾ വന്ന് പൂജ നടത്തുക, പ്രധാനമന്ത്രി ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടാൻ പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ അങ്ങനെയൊന്നുണ്ടെങ്കിൽ, ഒരു ഐഡിയോളജി എന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തത വരുത്തൽ കൂടിയാണ്. അത് വളരെ പ്രധാനവുമാണ്. അതെ, തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാട് രാജ്യത്ത് നിലനിൽക്കുകയാണല്ലോ. സാർ ഈ പറഞ്ഞ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാട് രാജ്യത്ത് രൂപപ്പെട്ടു കഴിഞ്ഞു. അതൊരു യാഥാർത്ഥ്യമാണല്ലോ, ഒരു വസ്തുതയാണല്ലോ. വലിയ ഭൂരിപക്ഷത്തിൽ രാജ്യത്ത് സംഘപരിവാര ശക്തികൾ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലത്തായി രാജ്യത്ത് ഭരിക്കുന്നു. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് രാജ്യത്ത് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്നു. പാർലമെന്റ് അംഗങ്ങളായിട്ടുള്ള എംപിമാർ നിരന്തരം പറയുന്നത് ചൂടപ്പം പോലെയാണ് നിയമങ്ങൾ ചുട്ടെടുക്കുന്നത് എന്നുള്ളതാണ്. ഒരു ചർച്ചകൾ കൂടാതെ ചുട്ടെടുക്കും. അത്രയ്ക്ക് വലിയ ഭൂരിപക്ഷം അവർക്കുണ്ട്. അവർ തീരുമാനിക്കുന്നു, നടപ്പിലാക്കാൻ കഴിയുന്ന സാഹചര്യം രാജ്യത്ത് നിലവിൽ വന്നിരിക്കുന്നു. അങ്ങനത്തെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടിൽ പ്രായോഗിക രാഷ്ട്രീയം ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല. കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് ആണ് പറയേണ്ടത്, UDFന്റെ നിലപാട് UDF ആണ് പറയേണ്ടത്. ഒരു സഹയാത്രികൻ എന്ന രൂപത്തിൽ വർത്തമാനം പറയുമ്പോൾ തീർച്ചയായും കോൺഗ്രസ് കൂടുതൽ അവധാനതയോടുകൂടി ഇടപെടേണ്ടുന്ന കാര്യമാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ സഖാവ് കുഞ്ഞിക്കണ്ണൻ സഖാവ് ഉൾപ്പെടെ വളരെ സീരിയസ് ആയിട്ടുള്ള കുറെ ചരിത്രങ്ങൾ പറഞ്ഞു. എന്റെ ഒരു ചോദ്യം മാധ്യമപ്രവർത്തകനായ അങ്ങയോടും മാധ്യമപ്രവർത്തകരോടുമുള്ള എന്റെ ഒരു ചോദ്യം, എന്തിനാണ് ഈ നിലയിലേക്ക് ചരിത്രത്തെ വീണ്ടും ഒരു വിഷയത്തെ തട്ടിക്കൊണ്ടുവരാൻ, അല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇതിനെ പൊതുമധ്യത്തിൽ നിലനിർത്തി ഇങ്ങനെ വിദ്വേഷം, മനുഷ്യ മനസ്സുകളിലേക്ക് വിദ്വേഷം കൊണ്ടുവരാൻ എന്തിനു ശ്രമിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്ത ഒരു വസ്തുതയാണ്. ഒരു പക്ഷെ അത് ചോദ്യം ബാലിശമാണോ എന്ന് എനിക്കറിയില്ല. എന്തിനാകാം ഇത്രമാത്രം? ഇപ്പം കോടതി തീർപ്പ് കൽപ്പിച്ച ഒരു കേസ്, ആ കേസിൽ വീണ്ടും നമ്മൾ നെഹ്റുവിന്റെ കാലവും അതിന് മുമ്പുള്ള കാലവും അതിനുശേഷം വിഗ്രഹം വെച്ചതും വിഗ്രഹം എടുത്തു കളഞ്ഞതും വിഗ്രഹം കളയാൻ നെഹ്റു ആഹ്വാനം ചെയ്തതും അതിനുശേഷം ഫൈസാബാദ് വിധിയും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീണ്ടും 22 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നു എന്നുള്ളത് ഈ രാജ്യത്ത് ഗുണകരമാണോ എന്നുള്ളത് എന്റെ ആശങ്കയാണ്. സത്യത്തിൽ റിയാസ് ഖാന്റെ കൺസേൺ അത് ജെന്യൂൻ ആണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്നിരിക്കുക. ഈ ക്ഷേത്ര ഉദ്ഘാടനമോ അതിനോടുള്ള ക്ഷണമോ കോൺഗ്രസ് പോവുമോ CPM പോവുമോ ചർച്ച ചെയ്തില്ല എന്ന് വെക്കുക. അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഈ മുറിവുകൾ ഉണങ്ങുമോ? ഇതുവരെ രാജ്യത്തെ രാഷ്ട്ര ശരീരത്തെ ബാധിച്ചിട്ടുള്ള ആ വിഷം ഇറങ്ങുമോ മിണ്ടാതിരുന്നാൽ? അല്ല, മിണ്ടാതിരുന്നാൽ എന്നുള്ളതല്ല, നമ്മൾ ഈ വിഷയത്തെ ചർച്ച ചെയ്യണ്ട എന്നല്ല പറയുന്നത്. രാജ്യത്തെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഏത് സമയത്താണ് ഈ ഉദ്ഘാടനം കൊണ്ടുവച്ചേക്കുന്നത്? 3-4 മാസം മാത്രം അവശേഷിക്കുകയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJPയുടെ കയ്യിൽ എന്താ ഉള്ളത്? അവർ നിരായുധരാണ്. 15 ലക്ഷം രൂപ നമ്മുടെ പോക്കറ്റിലേക്ക് തരാമെന്ന് പറഞ്ഞ് BJPക്ക് 15 പൈസ നമ്മുടെ പോക്കറ്റിലേക്ക് തരാൻ കഴിഞ്ഞോ? ഇല്ല. ഗ്യാസിന്റെ വില 500-ൽ നിന്ന് 1200 മാറിയില്ലേ? പെട്രോളിന്റെ വില 60-ൽ നിന്ന് 100 മുകളിലേക്ക് വന്നില്ലേ? തൊഴിലില്ലായ്മ രാജ്യത്ത് ഇന്നോളമില്ലാത്ത തരത്തിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചില്ലേ? രാജ്യത്തെ പൊതുകടം, രാജ്യത്ത് നമുക്ക് 0 കൊണ്ട് എഴുതി വെക്കാൻ കഴിയാത്ത തരത്തിലുള്ള രാജ്യത്തിന്റെ പൊതുകടമായി കടം വർദ്ധിച്ചില്ലേ? രാജ്യത്ത് ഉണ്ടായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആകെ വിറ്റു തുലച്ചില്ലേ? രാജ്യം 70 വർഷക്കാലമായി ആർജിച്ച 60 വർഷക്കാലത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് പടുത്തുയർത്തിയ ഈ രാജ്യത്തിന്റെ മഹനീയമായ പൈതൃകം, മതേതര പൈതൃകങ്ങൾ ആകെ തകർത്തില്ലേ? അങ്ങനെ തകർത്തിട്ട് ജനങ്ങളുടെ മുന്നിൽ ഒന്നും പറയാനില്ലാതെ നിൽക്കുന്ന BJPക്ക് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആകെ പറയാനുള്ളത് ക്ഷേത്രം മാത്രമാണ് എന്നുള്ളതൊരു വസ്തുതയല്ലേ? ആ വസ്തുത നമ്മുടെ കൺമുന്നിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ചർച്ച ആർക്കാണ് ആവശ്യം? അങ്ങനെയുള്ള ഒരു ചർച്ച വളർത്തിക്കൊണ്ടുവരുന്നത് ആർക്കാണ് എന്നുള്ളത് ഞാനും നിങ്ങളും ചിന്തിക്കണ്ടേ? അതാർക്കാണ്? രാജ്യത്ത് BJPക്കാണ് ആവശ്യം. ഇങ്ങനെ ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരേണ്ട ആരുടെ ആവശ്യമാണ്? BJPയുടെ ആവശ്യമാണ്. അതിലേക്ക് കോൺഗ്രസിനെ ഉൾപ്പെടെയുള്ളവരെ ക്ഷണിക്കേണ്ടത് ആരുടെ ആവശ്യമോ? BJPയുടെ ആവശ്യമോ? അവിടെ കോൺഗ്രസ് ചെല്ലാതിരിക്കേണ്ടത് ആരുടെ ആവശ്യമോ? അതും BJPയുടെ ആവശ്യമോ? അങ്ങനെ കോൺഗ്രസ് പോകാതിരുന്ന അവസ്ഥ എന്താണ്? കോൺഗ്രസ് ഹിന്ദുത്വ വിരുദ്ധ പാർട്ടിയാണ്. രാജ്യത്ത് മഹാഭൂരിപക്ഷം ഹിന്ദുത്വ വിരുദ്ധ പാർട്ടിയാണെന്ന് സ്വയം ഐഡന്റിഫൈ ചെയ്യേണ്ട കാലമല്ലേ ഇത്? അതിൽ നിങ്ങൾ എന്തിനാണ് വറീഡാവുന്നത്? അതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? കോൺഗ്രസ് ഹിന്ദുത്വ വിരുദ്ധ പാർട്ടിയാണ് എന്ന് പറയുന്നത് എന്താണ് പ്രശ്നം നിങ്ങൾക്ക്?
കോൺഗ്രസ് ഹിന്ദുത്വ വിരുദ്ധ പാർട്ടിയാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും അഡ്രസ് ചെയ്യുന്ന പാർട്ടിയല്ലേ കോൺഗ്രസ്? ഈ രാജ്യത്തെ മുസ്ലിം, ഹിന്ദുവും പാഴ്സിയും ക്രിസ്ത്യാനിയും വളരെ ലളിതമായ ഒരു വ്യക്തിയിൽ കാര്യം ചോദിക്കുക. റിയാസ് ഖാൻ, ലളിതമായിട്ട് നിങ്ങൾ പോയില്ല എന്ന് കരുതുക, നിങ്ങൾക്ക് എന്താ സംഭവിക്കുക? കോൺഗ്രസ് പോകുന്നില്ല ഈ പരിപാടിക്ക്, ഇവർ നിങ്ങൾ ഹിന്ദു വിരുദ്ധ പാർട്ടിയാണ്, രാമനെതിരാണ് എന്ന് പ്രചരിപ്പിക്കും. അത് നിങ്ങൾ പോയാലും പോയില്ലെങ്കിലും പ്രചരിപ്പിക്കുന്നേ. കോൺഗ്രസ് പോയാലും പോയില്ലെങ്കിലും BJP അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരു വോട്ട് കൂടുതലും കിട്ടാനില്ല, കുറയാനും ഇല്ല. ഇതിൽ എന്തിനു പറയണം? എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ വിഷയം BJP കോൺഗ്രസിന് മുന്നിൽ ഇട്ടേക്കുന്ന ഒരു ട്രാപ്പ് തന്നെയാണ്. ഇതിൽ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, ഒരു സഹയാത്രികൻ എന്ന അഭിപ്രായമാണ്. കോൺഗ്രസിന്റെ നിലപാട് വേറെയാകാം, UDFന്റെ നിലപാട് വേറെയാകാം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു, എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ആണല്ലോ ഇപ്പം വൈകാരികമായി ഇളക്കുവാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാണെന്ന് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി കോൺഗ്രസിനോട് പറയണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇത് പോകണമെന്ന്. കാര്യം എന്താ? പോയില്ല എങ്കിൽ വലിയ അപകടമാണ് ഉണ്ടാകുന്നത്. ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെയും മതേതര വിശ്വാസികളെയും സംരക്ഷിക്കാൻ BJP കോൺഗ്രസ് ഒരു പ്രതിനിധിയെ ഔദ്യോഗിക വക്താവിനെ അയക്കാത്തത് തന്നെ അവർക്ക് വ്യക്തതയില്ലാത്തതുകൊണ്ടാണ് ഈ കാര്യത്തിൽ. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസിന് പോയി എന്ന് കരുതുക, എന്ത് ഗുണമാണ് ഉണ്ടാവുക? പോയില്ല എന്ന് കരുതിയാൽ എന്ത് അപകടമാണ് ഉണ്ടാവുക? ഞാനൊരു കാര്യം അതിൻ്റെ മുമ്പ് സൂചിപ്പിച്ചോട്ടെ ജിംസെ, ഈ റിയാസ് ഖാനും അതേപോലെ തന്നെ ഇവിടെ BJPയുടെ പ്രതിനിധിയും ഒരേ യുക്തിയിലാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വ യാഥാർത്ഥ്യമായി രാമൻ എന്താണ് ഇതിഹാസ പുരുഷനൊന്നുമല്ല, അദ്ദേഹത്തിന് രാമൻ ചരിത്ര പുരുഷനാണ്. ചരിത്ര പുരുഷനാണെന്നതിന് ഒരു തെളിവുമില്ല. എൻ്റെ BJP സുഹൃത്തെ പ്രിൻ്റ് മഹാദേവേ, അങ്ങ് ചരിത്രം പഠിക്കണം. ചരിത്രത്തിൽ എന്താണ് ഇതിഹാസ കഥാപാത്രങ്ങളും ജനങ്ങൾ ആശയങ്ങൾ രൂപീകരിക്കുന്നതിലും ചരിത്ര ഭാവനകൾ രൂപപ്പെടുത്തുന്നതിലും ഒക്കെ തന്നെ മിത്തുകളൊക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മിത്തുകൾ എന്ന രീതിയിൽ രാമനും സീതയും ഹനുമാനും ഒക്കെ നമ്മുടെ ബോധമണ്ഡലത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനെ വലിയ ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയാക്കിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാമായണ സീരിയൽ ഉൾപ്പെടെയുള്ള ഇടപെടലുകളാണ്. അതവിടെ നിൽക്കട്ടെ. എനിക്ക് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് UDF സഹയാത്രികൻ എന്നൊക്കെയുള്ളത് റിയാസ് ഖാനെ വെറുതെ ഒരു ഭംഗിക്ക് പറയുന്നില്ലേ നമ്മൾ? താങ്കൾ വന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണല്ലോ. അപ്പോൾ താങ്കൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് രാമന് ക്ഷേത്രമുണ്ടാക്കുക മാത്രമല്ല, രാമനും കൃഷ്ണനും അതേപോലെ തന്നെ ശിവനും, ഈ 3 സംയോഗങ്ങളെയും, അതെ ഞാൻ പറഞ്ഞോട്ടെ സുഹൃത്തെ, ഞാൻ പറഞ്ഞോട്ടെ, അതെന്റെ ഒരു അഭിപ്രായമാണെന്ന് കണ്ടാൽ മതി. എന്റെ ഒരു അഭിപ്രായമാണെന്ന് കണ്ടാൽ മതി. എന്റെ ഒരു അഭിപ്രായം എന്ന് കണ്ടാൽ മതി. താങ്കളെ കുറിച്ച് എന്റെ ഒരു അഭിപ്രായം എന്ന് കണ്ടാൽ മതി. ഞാൻ പറഞ്ഞോട്ടെ, രാമന് ക്ഷേത്രമുണ്ടാക്കുക മാത്രമല്ല, രാമൻ കഴിഞ്ഞാൽ കാശിയിൽ മഹാദേവനാ. ഇവിടെ ഒരു പ്രിന്റ് മഹാദേവനുണ്ട്. മഹാദേവന് വേണ്ടി കാശിയിൽ ക്ഷേത്രമുണ്ടാക്കും. ആ ക്ഷേത്രം എവിടെയാണെന്നറിയോ? ഗ്യാംപാബി മസ്ജിദ് നിൽക്കുന്ന സ്ഥലത്ത് അത് പൊളിച്ചുണ്ടാക്കണമെന്നുള്ളതാണ് RSSന്റെ അജണ്ട. അതിന് കേന്ദ്ര സർക്കാരും UP സർക്കാരും എല്ലാ ഒത്താശയും ചെയ്യുക. അവിടെ നിൽക്കുമോ? മധുരയിൽ കൃഷ്ണൻ ഇപ്പോൾ ഓൾറെഡി ക്ഷേത്രമുണ്ട്, അതിന് തൊട്ടടുത്ത് ഈദ്ഗാഹ് മൈതാനിയുണ്ട്. അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ കൃഷ്ണൻ ജനിച്ചതെന്നാ RSSകാർ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ ക്ഷേത്രമുണ്ട്. അങ്ങനെ 3000 ആരാധനാലയങ്ങളുടെ ലിസ്റ്റ് 1981 വാഷിങ്ടണിൽ നടന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ലോകസമ്മേളനം, ഹിന്ദു പരിഷത്തിൻ്റെ ലോകസമ്മേളനം നടത്തത് ഒറ്റ ഹിന്ദു ജന്മം കൊണ്ടില്ലാത്ത അമേരിക്കയിലാണ്. അതും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ 3000 ക്ഷേത്രങ്ങളെ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തത് ആരാണെന്നും റിയാസ് ഖാൻ മനസ്സിലാക്കണം. അത് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്രസീവ് കോർപ്പറേറ്റുകളിൽ ഒന്നായിട്ടുള്ള കാർണഗിക്കാരാണ്. ആ കാർണഗിയുടെ എൻഡോമെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസ് എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷനാണ് സംഘപരിവാറിന് VHPക്ക് 3000 ക്ഷേത്രങ്ങൾ ചരിത്രത്തിൻ്റെ പല കാലഘട്ടങ്ങളിലായി ഇന്ത്യയിലെ ഹിന്ദു മതക്കാർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് തിരിച്ചുപിടിക്കുക വഴി ഇന്ത്യയുടെ ദേശീയ പാരമ്പര്യം പുനഃസ്ഥാപിക്കണം, ഇന്ത്യക്കാരുടെ ആത്മാഭിമാനം പുനഃസ്ഥാപിക്കണം. ആദ്യത്തെ വിദേശാക്രമിയായിട്ടാണ് അവർ ബാബറെ കാണുന്നത്. ഇവിടെ എൻ്റെ സുഹൃത്ത് പ്രിന്റ് മഹാദേവ് എന്തൊക്കെ അബദ്ധങ്ങളാണ് പറഞ്ഞത്. ആ ജോൺ ലൈഡൻ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ പണ്ട് ബാബർ നാമ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതോടുകൂടിയാണ് ബാബ്രി മസ്ജിദ് ഒരു തർക്കപ്രശ്നമാക്കാനുള്ള വളരെ സമർത്ഥമായ നീക്കം ബ്രിട്ടീഷുകാർ ആരംഭിച്ചത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം ഞാൻ മാത്രമല്ല ഇത് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരായ ചരിത്രകാരന്മാർ മാത്രമല്ല, RS ശർമ്മയെപ്പോലുള്ള ആളുകൾ മാത്രമല്ല, സവർക്കർ ഒരു ദേശീയവാദിയായിരുന്ന കാലമുണ്ട്. 1907 സവർക്കർ എഴുതിയ ഒരു പുസ്തകമുണ്ട്. 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് ആ പുസ്തകം. ഈ കോഴിക്കോട്ടെ കിഷോർ പബ്ലിക്കേഷൻസ് ആണ് അത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത്. BJPയുടെ പ്രതിനിധി ആ പുസ്തകമൊന്ന് വായിക്കണം. ആ പുസ്തകം വായിച്ചാൽ ഇന്ത്യൻ ജനത, ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും മുസൽമാന്മാരും ജൈനരും ബൗദ്ധരും ഒക്കെ ഒരു ശരീരം പോലെ എണീറ്റ് നിന്ന് ബ്രിട്ടീഷുകാരെ പ്രതിരോധിച്ചപ്പോൾ ആ പ്രതിരോധം കണ്ട് ഭയപ്പെട്ട ബ്രിട്ടീഷുകാർ
ഇവിടെ വിഭജനം ഉണ്ടാക്കാനാണ് വർഗീയത ഉണ്ടാക്കിയത്. ആ വർഗീയ അജണ്ടയുടെ ആദ്യത്തെ പരീക്ഷണ ഭൂമിയായിരുന്നു അയോധ്യയും രാമക്ഷേത്രവും എന്ന് ഇന്ന് ചരിത്രം പഠിച്ച എല്ലാവർക്കും അറിയാം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഈ വിഷയത്തിൽ നമ്മൾ ഒരു നിലപാടെടുക്കേണ്ടത്. ഇനി അജിംസ് പറഞ്ഞ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കോൺഗ്രസ് ഒരു മതനിരപേക്ഷ പാർട്ടിയാണെങ്കിൽ കോൺഗ്രസ് ന്യായമായും പറയേണ്ടത് ഞങ്ങൾ രാമനോ രാമക്ഷേത്രത്തിനോ എതിരല്ല. പക്ഷേ ഇപ്പോൾ അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ക്ഷേത്രത്തെ ഒരു രാഷ്ട്രീയ ദൗത്യമാക്കി അതിൽ ദേശീയ പാർട്ടികളെയൊക്കെ പങ്കെടുപ്പിക്കുക, അത് തെരഞ്ഞെടുപ്പ് വിഷയമാക്കുക എന്ന BJPയുടെ രാഷ്ട്രീയ അജണ്ടയിൽ വീഴാൻ ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങളതിൽ പങ്കെടുക്കില്ല, ഞങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല എന്ന് കൃത്യമായി പറഞ്ഞ് UPയിലെയും ഇന്ത്യയിലെയും ജനങ്ങളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് രംഗത്തിറങ്ങുകയാണ് വേണ്ടത്. ഹിന്ദുത്വം പൊതുബോധമായി ഇനി അതിന് കീഴ്പ്പെട്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ റിയാസ് ഖാനെ എത്ര വർഷം ജയിലിൽ പോകേണ്ടി വന്നാലും തൂക്കിലേറ്റേണ്ടി വന്നാലും ഞങ്ങളെപ്പോലുള്ളവർ അതിന് തയ്യാറാവില്ല. ഹിന്ദുത്വം പൊതുബോധമായി ഇനി രക്ഷയില്ല, ഹിന്ദുത്വം അംഗീകരിക്കുക, അതിന് കിട്ടില്ല ഞങ്ങളെ. കോൺഗ്രസ് പാർട്ടി കാര്യത്തിൽ നയം വ്യക്തമാക്കുകയാണ് വേണ്ടത്. അങ്ങനെ നയം വ്യക്തമാക്കുമ്പോഴാണ് കോൺഗ്രസിനെ വിശ്വസിച്ച് 26 പാർട്ടികൾ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടിപ്പോൾ. ആ 26 പാർട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 67% ഇന്ത്യയിലെ മതനിരപേക്ഷ വോട്ടുകളാണ്. അത് നമ്മൾ കാണണം. 33% കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും BJP കിട്ടിയിട്ടുള്ളൂ. ആദ്യത്തേൽ 33 31 ഇപ്പോൾ 33%. ബാക്കി വരുന്ന 67% പ്രതികരിക്കുന്നത് ഇന്ത്യയിലെ റീജിയണൽ പാർട്ടികൾ, സാമൂഹ്യനീതി പ്രസ്ഥാനങ്ങൾ, ദളിത് ഗ്രൂപ്പുകൾ, മൈനോറിറ്റി ഗ്രൂപ്പുകൾ എല്ലാം അടങ്ങുന്ന ജനതയാണ്. അവരെ ഒന്നിപ്പിക്കാൻ ഹിന്ദുത്വം ഞങ്ങളുടെ അജണ്ടയല്ല, ബാബറി മസ്ജിദും കാശിയിലെ വിശ്വനാഥ ക്ഷേത്രവുമൊന്നും ഞങ്ങളുടെ അജണ്ടയല്ല, അത് വിശ്വാസികൾ. അതാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത്, വിശ്വാസം സംരക്ഷിക്കുക പ്രധാനമാണ്. ഞാനൊരു വിശ്വാസിയല്ല, അക്കാര്യത്തിൽ ഞാൻ അഭിമാനപൂർവ്വം പറയുകയാണ്, ഞാനൊരു ഭൗതികവാദിയാണ്. പക്ഷേ വിശ്വാസികളായ പ്രിന്റ് മഹാദേവൻ്റെയും വിശ്വാസിയായ റിയാസ് ഖാൻ്റെയും ഒക്കെ തന്നെ വിശ്വാസം സംരക്ഷിക്കാൻ, ആ വിശ്വാസത്തിന് നേരെ ഏതെങ്കിലും ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് അധികാര കേന്ദ്രങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ അതിനെ ഏറ്റവും ആദ്യം പ്രതിരോധിക്കുന്നവരുടെ മുൻനിരയിൽ ഞങ്ങളുണ്ടാകും, ഞങ്ങളെപ്പോലുള്ള ഭൗതികവാദികൾ ഉണ്ടാകും. കാരണം ഭരണഘടനയുടെ 25-ാം ആർട്ടിക്കിൾ വളരെ പ്രധാനമാണെന്നാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് വിശ്വാസ സംരക്ഷണത്തിൻ്റെ പേരിലാണ്, വിശ്വാസികളുള്ള സെന്റിമെന്റ്സിൻ്റെ പേരിലാണ് ഈ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് അമ്പലം ഉണ്ടാക്കുന്ന പരിപാടിക്ക് ഞങ്ങൾ പോകുന്നത് എന്നുള്ളത് ഒരു വിദണ്ഡവാദം മാത്രമാണ്. റിയാസ് ഖാനെ ശരി, ശ്രീ പ്രിന്റു, നിങ്ങളുടെ മാനിഫെസ്റ്റോയിലുള്ള കാര്യമാണ് രാമക്ഷേത്രം. നിങ്ങളുടെ മാനിഫെസ്റ്റോയിലുള്ള കാര്യം, നിങ്ങൾ ഭരിക്കുമ്പോൾ പ്രധാനമന്ത്രി, നിങ്ങളുടെ പാർട്ടിക്കാരനായ പ്രധാനമന്ത്രി പോയി തറക്കല്ലിട്ട ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞതിനെ വിമർശിക്കാൻ എന്താണുള്ളത്? ഞങ്ങൾ പറയട്ടെ സാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ മാനിഫെസ്റ്റോയിലുള്ളതല്ല, ഭാരതത്തിലെ ജനങ്ങളുടെ 500 വർഷത്തെ മാനിഫെസ്റ്റോയിലുള്ള കാര്യമാണ് രാമക്ഷേത്രം. ഇപ്പൊ KT കുഞ്ഞിക്കണ്ണൻ സാറ് പറഞ്ഞല്ലോ, രാമൻ ഇല്ല, യേശു ഇല്ല, അള്ളാഹു ഇല്ല, മുഹമ്മദ് നബി ഇല്ല. ഇദ്ദേഹത്തിന് ആരാണ് അതിന് അധികാരം കൊടുത്തിട്ടുള്ളത്? ഞങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. പറയാനുള്ള അധികാരം ആ ധർമ്മത്തിൽ വിശ്വസിക്കുമ്പോൾ ഞങ്ങൾ ശിവനുണ്ടെന്നും ദൈവമില്ല എന്ന് പറയാനുള്ള അധികാരം ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഭരണഘടന കൊടുത്തിട്ടുണ്ട്. ഞാനോട്ടെ, ഈ സ്വന്തം പ്രത്യയശാസ്ത്രത്തിൽ അല്ല, സ്വന്തം, അത് അദ്ദേഹം പറയട്ടെ. അത് പറയുമ്പോൾ നിങ്ങൾ മിത്താണെന്ന് പറയണ്ട, ഞങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ച് കാരണം ചരിത്രത്തിൽ അവർ ജനിച്ചതിന്, അവർ ഈ അയോധ്യ യുഗത്തെ സംബന്ധിച്ച ഇന്ത്യയിലെ കവികളുടെ, ഇന്ത്യയുടെ ഈ ഇതിഹാസ കൃത്യങ്ങളുടെയൊക്കെ തന്നെ ഒരു രചനയാണ്. ഞാൻ ഇടപെട്ടില്ലല്ലോ, സോറി, ഞാൻ അങ്ങനെ ഇടപെട്ടില്ല, താങ്കൾ പറയട്ടെ എന്ന് പറഞ്ഞു. KT കുഞ്ഞിക്കണ്ണൻ സാർ, ഇല്ല, ഞാൻ ഇടപെടില്ല. അല്ല, നിങ്ങൾ പറഞ്ഞത് എന്താ? നിങ്ങൾ എന്താ പറഞ്ഞത്? രാമനില്ലെന്ന്. രാമനുണ്ട്, ഗണപതിയുണ്ട്, അള്ളാഹു ഉണ്ട്, യേശു ഉണ്ട്. അത് സത്യമാണ്, ചരിത്ര സത്യമാണ്. വിശ്വാസമില്ലാത്തത് കൊണ്ട് അല്ല, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. പൈതൃകത്തിൽ വിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനായ KT കുഞ്ഞിക്കണ്ണൻ അങ്ങനെ പറയാം. ഞങ്ങൾക്ക് സത്യമാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശിവൻ സത്യമാണ്, രാമൻ സത്യമാണ്, ഗണപതി സത്യമാണ്, അള്ളാഹു സത്യമാണ്, മുഹമ്മദ് നബി സത്യമാണ്, യേശു സത്യമാണ്. ഈ ഭൗതികവാദിയെ ഇദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയാണ്. കേരളത്തിൽ ഒരു നുണ ഫാക്ടറി ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് KT കുഞ്ഞിക്കണ്ണൻ സഖാക്കള്. അതിന്റെ പേരാണ് കേളുവേട്ടൻ പഠനകേന്ദ്രം. അവിടെ എന്താ ഇദ്ദേഹം പറഞ്ഞ നുണകൾ മാത്രം പ്രചരിപ്പിക്കാനുള്ള ഒരു ഫാക്ടറി ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് KT കുഞ്ഞിക്കണ്ണൻ സാറിന്. അദ്ദേഹത്തിന്റെ ഒരു പൂർവ്വകാല പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ആ പശ്ചാത്തലമൊന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവർ മോശപ്പെട്ട പശ്ചാത്തലം എനിക്കില്ല, എനിക്കൊരു മോശപ്പെട്ട പശ്ചാത്തലം ഇല്ല, എനിക്ക് നല്ല പശ്ചാത്തലമേ ഉള്ളൂ.
എനിക്ക് അന്നും അല്ല, ഇന്നും നല്ല മോശപ്പെട്ട പശ്ചാത്തലമേ ഉള്ളൂ. അല്ല, അതുകൊണ്ടാണല്ലോ നിങ്ങൾ താങ്കളിങ്ങനെ വ്യക്തിപരമായ ചർച്ചയെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോകാമെന്ന് ആഗ്രഹിക്കണ്ട. ശരി, വിടു, വിടു. താങ്കളെപ്പോലെ അതിൽ തർക്കില്ല. താങ്കളെപ്പോലെ നുണകളും ഇല്ലായ്മകളും പറഞ്ഞ് ഈ ഗൗരവമായ ചർച്ചയെ അങ്ങനെ എന്താണ് വ്യക്തിപരമായ ഒരു ഓക്കെ, ഓക്കെ, ഓക്കെ. പ്രിന്റു, ആ വ്യക്തിപരമായ പരാമർശം വിടൂ. പറയാനുള്ളതെല്ലാം പ്രിന്റു, രണ്ടേ രണ്ട് മിനിറ്റ്. പറഞ്ഞോ, താങ്കൾ പറയാൻ ഓക്കെ, ഓക്കെ, ഓക്കെ. പ്രിന്റു, 2 മിനിറ്റ് കൺക്ലൂഡ് ചെയ്യൂ പ്ലീസ്. ശിവനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശിവനുണ്ടോ, ഞാനൊന്ന് പറയട്ടെ. രാമനുണ്ടോ, അപ്പോ സീതയുണ്ടോ എന്നൊക്കെയുള്ള പ്രശ്നം എന്റെ വിശ്വാസവും എന്റെ നിരീക്ഷണം അനുസരിച്ച് ഞാൻ പറയും. താങ്കൾ ഓക്കെ, അത്രേ ഉള്ളൂ. അതിൽ തർക്കിക്കല്ലേ പ്ലീസ്. കൺക്ലൂഡ് ചെയ്യൂ പ്രിന്റു പ്ലീസ്. നിങ്ങളുടെ ബോധ്യം, മിത്തുകളൊക്കെ ചരിത്രാധിഷ്ഠിക്കുന്നതിനെയാണ് നമ്മൾ ഫാസം എന്ന് പറയുന്നത്. ഞങ്ങളുടെ ബോധ്യം മിത്തുകളെ ചരിത്രമാക്കുന്നതിനാണ് മിസ്റ്റർ ഫാസം എന്ന് പറയുന്നത്. അല്ല, അത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ധാരണയുണ്ട്. ഞങ്ങൾക്കല്ല, നിങ്ങൾ വലിയ ഞങ്ങൾക്കല്ല. ചരിത്ര പുരുഷന്മാരും പൊതുവായ ഒരു ചരിത്ര ജനാധിപത്യപരമായ പണ്ഡിതന്മാരും സാമൂഹ്യശാസ്ത്ര പാഠങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. പിന്നെ ആ സാമൂഹ്യശാസ്ത്ര പാഠങ്ങൾ പഠിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ, അതുകൊണ്ട് ഇന്ത്യൻ സംസ്കാരത്തെയും ദേശീയതയും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ ആലപ്പുഴ ജില്ലയിൽ മാത്രം പ്രിന്റു ഒറ്റ ചോദ്യം അവസാനമായി. പ്രിന്റു ഒറ്റ ചോദ്യം, അതായത് ഈ ബാബരി മസ്ജിദ് തകർക്കുന്നതിന് നേതൃത്വം കൊടുത്ത, രഥയാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത LK അഡ്വാനിയൊക്കെ ഇത് ക്ഷണിക്കണ്ടേ? അവരെ ക്ഷണിക്കാത്തതെന്നുണ്ടായി. ആരാ പറഞ്ഞത് LK അദ്വാനി ക്ഷണിച്ചില്ല? നിങ്ങൾ ഈ ഒരു സംഭവത്തെ ഏതെങ്കിലും രീതിയിൽ കൊച്ചാക്കി കാണിക്കാനോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന് കുളം കലക്കാനോ വേണ്ടി പറഞ്ഞ കാര്യമല്ലേ? ആരാ പറഞ്ഞത് അദ്വാനിയെയും ജോഷിജിയും ക്ഷണിച്ചില്ല എന്ന്? ദിഗ്വിജയ് സിംഗ് അവരെ ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് നമുക്ക് കാണാമല്ലോ, അവർ പങ്കെടുക്കും എന്നുള്ളത്. ദിഗ്വിജയ് സിംഗ് പറഞ്ഞാണ്. ആരാ പറഞ്ഞത്? ഏത് ന്യൂസ് ഫാക്ട് ആണ്? ഏത് പറയും നിങ്ങൾ? അല്ലെന്നേ, ദിഗ്വിജയ് സിംഗ് പറഞ്ഞാണ് ഞങ്ങളെ ഒന്നും ക്ഷണിച്ചില്ല, എന്നെയും അഡ്വാനിയും ജോഷിയൊന്നും ക്ഷണിച്ചില്ല എന്നാണ് പറഞ്ഞത്. അല്ല, ദിഗ്വിജയ് സിംഗ് ആണോ? ദിഗ്വിജയ് സിംഗിന്റെ പമ്പര വിഡ്ഢിയായിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരൻ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും പമ്പര വിഡ്ഢിയായിട്ടുള്ള ദിഗ്വിജയ് സിംഗ് പറയുന്നതാണ് ആധികാരികമായിട്ടുള്ളത്. ജന്മഭൂമി ട്രസ്റ്റ് 6000 പേരെ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ ക്ഷണിച്ച വ്യക്തികളിൽ ആരുണ്ട്? ലാൽകൃഷ്ണ അദ്വാനിയും മുരളി മനോഹർ ജോഷിയുണ്ട്. മുരളി മനോഹർ ജോഷിയെയും ലാൽകൃഷ്ണ അദ്വാനിയെ മാറ്റി നിർത്തിക്കൊണ്ട് രാമജന്മഭൂമിയുടെ പ്രശ്നം, ഇവിടെ രാമജന്മഭൂമിയുടെ പ്രാണപ്രതിഷ്ഠ നടക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്? എന്താ നിങ്ങൾ വിഡ്ഢികളാണോ? നമ്മളൊക്കെ വിഡ്ഢികളാണോ? മറ്റേ ഈ തർക്കവും അതുപോലെ ബാബരി മസ്ജിദ് ധ്വംസനവും ഈ ക്ഷേത്രവും ഒക്കെ ആയിട്ട് ബന്ധമുള്ള ആളുകളാണ്, അവരെ ക്ഷണിക്കേണ്ടത് തന്നെയാണ്. വളരെ നന്ദി ശ്രീ പ്രിന്റു, ശ്രീ റിയാസ് ഖാൻ, KT കുഞ്ഞിക്കണ്ണൻ ഇത്രയും സംസാരിച്ചവരുടെ വേണം. ഇനി ന്യൂസ് ടീ കോഡിൽ രേഷ്മ വരും. നമസ്കാരം.
ഒരിടവേള കൂടി. ഇനി ന്യൂസ് ടീ കോളിൽ രേഷ്മ വരും. നമസ്കാരം.